ഏറ്റവും വലിയ നോളജ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്കിളിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് കിട്ടുന്ന റിസോഴ്സ് നമുക്ക് വേറെ അവിടെ നിന്ന് കിട്ടത്തില്ല. ഒരു നമ്മള് പെർമിഷൻ ഇല്ലാതെ ചിലപ്പം ആ കാര്യം ചിലപ്പോൾ ഒരു ബാക്ക് ലിങ്ക് കൊടുക്കുമായിരിക്കും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടാണ് റിസൾട്ട്സ് വരുന്നത്. അപ്പം നമുക്ക് അപ്പം തന്നെ അല്ലെങ്കിൽ ഒരു 1 വീക്കിനകത്ത് തന്നെ നമുക്ക് റിസൾട്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഡിഫറൻ്റ് ആയിട്ടൊരു കോണ്ടന്റ് ആണ് നമ്മളോട് കൊണ്ട് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിളിനകത്ത് ഫെച്ച് ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് കറക്റ്റ്ലി ഒന്ന് പ്രോസസ് ചെയ്തെടുക്കാൻ കുറച്ച് റാങ്ക് ആവില്ലെന്നല്ല, റാങ്ക് ആവും, പക്ഷെ ടൈം എടുക്കും. ഒരു 2 to 3 months എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് താഴോട്ട് പോകാനുള്ള ചാൻസസും ഭയങ്കര കുറവായിരിക്കും. ഒരു കസ്റ്റമർ സൈഡിൽ നിന്ന് അവർക്ക് വേണ്ട ആൻസർ കിട്ടണം. ബിസിനസ് പെർസ്പെക്റ്റീവിൽ ലീഡും കിട്ടണം. അതാണ് ആ ഒരു ചിന്തയിൽ നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് പറഞ്ഞു. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് അഭിജിത്ത്, ദ പാഷനേറ്റ് SEO മാർക്കറ്റർ, ഫൗണ്ടർ ഓഫ് ബ്രാൻഡ് ആർക്കിടെക്റ്റ്. ഓക്കെ, വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. ഓക്കെ, ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം പഠിച്ച മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മറൈൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് കഴക്കൂട്ട് തന്നെയുള്ള ഒരു കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം സപ്ലീസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം ഒരു 15-16 സപ്ലീസ് ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ ടൈമിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വീട്ടിലിങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു പൊസിഷനിൽ എനിക്കൊരു കോൾ വന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ കഴക്കൂട്ട് തന്നെ വിംലാബ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്ന കാര്യങ്ങൾ, അതും എന്നാൽ ഞാൻ പഠിച്ച എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ജോബ്. അപ്പം അത് നോക്കിയപ്പോഴത്തേക്കും എന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ അവിടെ വരിക, ഓരോ കോളേജസിൽ പോവുക, കോളേജസിൽ ഈ സാധനം കൊണ്ട് വിൽക്കുക എന്നാണ്. അപ്പം ഡയറക്ട്ലി കാണുന്ന തന്നെ പ്രൊഫഷണൽസിനെയാണ്, പ്രിൻസിപ്പൾസിനെയൊക്കെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് എന്നുള്ളത് HOD എന്നുള്ളത്, അവരെയൊക്കെയാണ് ആക്ച്വലി കാണുന്നത്. പക്ഷേ ആരും ഇത് വാങ്ങിക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ സ്റ്റക്ക് ഓൺ ആയിരുന്ന ഒരു 3-4 മാസം അവിടെ സ്റ്റക്ക് ഓൺ ആയിരുന്ന ടൈമിലാണ് ഇതെങ്ങനെ വിൽക്കാം എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞത്, എടാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനം ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് ഇനിഷ്യലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു സ്പാർക്ക് എനിക്ക് വന്നത്. അത് അത് കഴിഞ്ഞിട്ട് ഓരോ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും ട്രൈ ഔട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഇടയ്ക്ക് മെറ്റാഡ്സ് ഒരു പ്രാവശ്യം ട്രൈ ഔട്ട് ചെയ്തു, പാളിപ്പോയി. ഫസ്റ്റ് ഒക്കെ ഫുൾ പാളിലായിരുന്നു. അങ്ങനെ മെറ്റാഡ്സ് ആയിരുന്നു ആക്ച്വലി ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എന്താ പറയാ, ഞാൻ വീണ്ടും 2 മാസം കൂടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് ലീഡ്സ് അവർക്ക് വേണ്ടത്ര ലീഡ്സ് ആക്ച്വലി അവർക്ക് വരാത്തതുകൊണ്ട് തന്നെ ആക്ച്വലി അത് ഞാൻ അവിടെ നിന്ന് വിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നതിനെ പറ്റി പഠിക്കണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യലായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ പരിപാടി. അപ്പം ഇത് എവിടെ നിന്ന് പഠിക്കണമെന്ന് വിചാരിച്ച് ഞാൻ കുറെ തപ്പി പോയപ്പോഴത്തേക്കും ബേസിക്കലി നമ്മൾ ഗൂഗിളിൽ ഒരു സാധനം ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ റാങ്ക് ചെയ്ത് വരുന്നവരാണല്ലോ, അല്ലെങ്കിൽ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മളന്ന് വിചാരിക്കുന്നത്. അപ്പൊ അന്നിങ്ങനെ തപ്പിപ്പോയപ്പോഴത്തേക്കും ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോഴത്തേക്കും അതിനകത്ത് റാങ്ക് ചെയ്ത് ഫസ്റ്റ് ടെക് ബോണ്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ട്രിവാൻഡ്രത്ത് തന്നെ സ്റ്റാച്യുവിന്റെ അപ്പുറത്ത് അവിടെ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. എനിക്കൊരു അത് ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു കംപ്ലീറ്റ്. ഒരു 3 മാസം 4 മാസം പഠിപ്പിച്ച് അവിടെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ അവിടെ ഇന്റേൺഷിപ്പിന് ആക്ച്വലി ഹയർ ചെയ്തു. ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇനിഷ്യലി ഞാൻ ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടെ, എനിക്ക് കോണ്ടന്റ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. കോണ്ടന്റ് റൈറ്റിംഗിലാണ് ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തത്. പക്ഷേ കോണ്ടന്റ് റൈറ്റിംഗ് മാത്രമാണ് SEO എന്ന് പറയുന്നത്. കാരണം ഇത് ബേസിക്കലി ഈ ഒരു ഫീൽഡിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇനിഷ്യലി ഒരു പുള്ള് മാത്രമേ എല്ലാവർക്കും തരാൻ പറ്റത്തുള്ളൂ. ബാക്കി നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് ഇതിനകത്ത് മിക്കതും. 70% കാര്യങ്ങളും എനിക്ക് അവിടെ നിന്ന് ഒരു 30% 25% മാത്രമേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയുള്ളൂ. ബാക്കി 70% ഞാൻ ആ ഒരു എൻ്റെ ജേർണിയിൽ കൂടെ ഞാൻ ആക്ച്വലി പഠിച്ചെടുത്തതാണ്. അപ്പോൾ അത് മാത്രമാണോ എന്ന് പറഞ്ഞ് എനിക്ക് ഒതുങ്ങി പോകുമെന്ന് ഞാൻ പേടിച്ചായിരുന്നു. കണ്ടന്റ് റൈറ്റിംഗ് മാത്രമായിട്ട് ഒതുങ്ങി പോകുമെന്ന് പേടിച്ചായിരുന്നു. അങ്ങനെ ഇരുന്ന ടൈമിലാണ് ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ റിസർച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ വിചാരിച്ചു അവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു ഇന്റേണായിട്ട് ആക്ച്വലി വർക്ക് ചെയ്യുന്ന ടൈമിൽ കൂടെ ഞാൻ റിസർച്ചും കൂടെ ചെയ്തു. ആൻഡ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴും എനിക്ക് സെയിം കോണ്ടന്റ് റൈറ്റിംഗ് പാറ്റേൺ ആയിരുന്നു എനിക്ക് വന്നത്. പക്ഷെ എനിക്ക് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു. സോ എനിക്ക് കൊളീഗ്സ് ഒന്നും ഇല്ലാത്ത നോളജ് ഷെയറിങ്ങും കുറച്ച് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ മാറി. ഞാൻ കൊച്ചിയിൽ ഫിറ്റാനി ബിസിനസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഫേം ഉണ്ട്, അവിടെ ആക്ച്വലി വർക്ക് ചെയ്തു. അവിടെ അതിനുശേഷം ഒരു 1.5 years വർക്ക് ചെയ്തു. ആക്ച്വലി എൻ്റെ ഒരു കരിയറിന്റെ ടേണിംഗ് പോയിന്റ് ആക്ച്വലി അവിടെ ആയിരുന്നു. എനിക്കൊരു വലിയൊരു സർക്കിൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ആക്ച്വലി നോളജ് ഷെയറിംഗ്, ഞാൻ അന്നാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും വലിയ നോളജ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്കിളിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ്.
അവിടെ നിന്ന് കിട്ടുന്ന റിസോഴ്സ് നമുക്ക് വേറെ അവിടെ നിന്ന് കിട്ടത്തില്ല. എനിക്കൊരു 1.5 വർഷം ഞാൻ ആക്ച്വലി എനിക്ക് അവിടെ കയറിയപ്പോഴത്തേക്ക് ഈ ഒരു ഫീൽഡ് എനിക്ക് വിടണമെന്ന് പറഞ്ഞാണ് ഞാൻ ആക്ച്വലി കയറി. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും പറഞ്ഞ ഓർമ്മയുണ്ട്, നീ അന്ന് പറഞ്ഞപ്പോഴും ജർമ്മനി പോകണോ അല്ലെങ്കിൽ ഫ്രാൻസിൽ പോകണോ എന്ന് പറഞ്ഞായിരുന്നത്. പക്ഷെ നീ ഇത്രയും ഗ്രോ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി നിനക്ക് പറ്റിയ ഫീൽഡാണ് ഇതെന്ന് അവരിപ്പോഴും കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. സോ നമ്മളന്ന് ഓരോ കാര്യങ്ങളും ജേർണലിസ്റ്റ് നോക്കാറുണ്ട്, ഓരോ എന്താ പറയാ ഫോറംസ് നോക്കാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി ഒരു ത്വര ഉണ്ടായിരുന്ന ടൈമായിരുന്നു. അപ്പം അത് സാധനം പതിയെ പതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഓരോ കാര്യങ്ങളൊക്കെ റാങ്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. കമ്പനിയിൽ നിന്ന് ബോണസസ് ഒക്കെ കിട്ടാൻ തുടങ്ങി റാങ്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ കൊള്ളാം, നമുക്ക് പറ്റിയ സാധനമാണ്, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അതിനുശേഷം പിന്നെ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നാട്ടിലൊരു നമുക്കറിയാലോ, ഒരു 24-25 വയസ്സുള്ള ഒരാൾക്ക് നാട്ടിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ആക്ച്വലി ഞാൻ ദുബായിലൊരു ഫോമിൽ ആക്ച്വലി പോയായിരുന്നു. ഫോമിൽ പോയി ഒരു 1 year അടുപ്പിച്ച് അവിടെ വർക്ക് ചെയ്തു. ദുബായ് പോകുമ്പോൾ മെയിൻലി ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SEO മാത്രം ചെയ്താൽ പോരാ. ആക്ച്വലി ദുബായിൽ ആക്ച്വലി 360 ഫുൾ സ്റ്റാക്ക് മാർക്കറ്റിംഗ് അങ്ങനത്തെ രീതിയിൽ. അപ്പം അവിടെ പോയിട്ട് ആക്ച്വലി എനിക്ക് മെയിൻലി വന്ന വർക്ക് അതായിരുന്നു. അപ്പം ഞാൻ പ്രൈമറിലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്ന് അവർ വർക്ക് എടുത്തിട്ട് നാട്ടിലോട്ട് ആക്ച്വലി ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. ആ മെയിൻലിയുള്ള വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും SEO എന്ന് പറയുന്ന ആ ഒരു സെൻസിൽ എനിക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇല്ലാത്തൊരു പോയിന്റ് ആയി. അപ്പൊ ഞാൻ അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം അതാണ്, അവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന അത്യാവശ്യം നല്ലതായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ ഡെവലപ്പിംഗ് ഒരു സ്റ്റേജ്. ഞാൻ അബ്ദുൽ ലത്തീഫ് സാറിന്റെ അടുത്ത് ആ ടൈം നന്നായിട്ട് ചോദിച്ചായിരുന്നു. സാറ് പറഞ്ഞു SEOക്ക് ഇനി അങ്ങോട്ട് ഒരു വലിയൊരു ഭാവി കാണുന്നുണ്ട്, സ്പെസിഫിക്കലി ഫോർ ഇ-കൊമേഴ്സിന് ഭയങ്കര ഒരു ഭാവി കാണുന്നുണ്ട്. സോ ലത്തീഫ് സാറിന്റെ അടുത്തും പിന്നെ എന്റെ ഇപ്പോ ആൾക്കാര് അറിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതാ ഇനി അങ്ങോട്ട് ഭയങ്കര, കാരണം ഇപ്പം എത്രത്തോളം കമ്പനി, കാരണം കോവിഡ് വന്നതിന് ശേഷം എല്ലാവരും ഓൺലൈൻ എന്ന് പറയുന്ന ആ ഒരു മാർഗത്തിലോട്ട് മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ്. ആഡ്സ് ആണെങ്കിലും SEO ആണെങ്കിലും. സോ അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ഇവിടെ സ്പൈഡർ വർക്ക്സ് എന്ന് പറയുന്ന ഒരു ഫേമിൽ പിന്നീട് വർക്ക് ചെയ്തു. അവിടെ വന്നപ്പോൾ വീണ്ടും ഒരു ഹൈ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഐ തിങ്ക് ഫോർ മീ സ്പൈഡർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് SEO ഫേംസ് ആണെന്ന് ഞാൻ കണക്കാക്കുന്നത്. കാരണം അവിടുത്തെ ടീം അത്രയും, ഞാൻ 25-30 പേരുള്ള ഒരു SEO ടീമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. സോ അത്രയും വർക്ക് ചെയ്തു. അപ്പം എനിക്ക് എല്ലാവരും ഹെൽപ്ഫുൾ ആയിരുന്നു, എൻ്റെ മെന്റേഴ്സ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവിടെ വീണ്ടും ഒരു 1 year ഞാൻ വർക്ക് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും ഞാൻ ആക്ച്വലി ഇറങ്ങി. പിന്നെ അപ്പോഴ് ഞാൻ ദുബായിൽ നിന്ന് വന്ന ടൈമിൽ എനിക്ക് എന്തെങ്കിലും സെൽഫായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇംപ്രൂവൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതുവഴി നമുക്ക് ആക്ച്വലി സെല് ചെയ്യാം. അപ്പം ഞാൻ ഇ-കൊമേഴ്സ് സ്റ്റോർ തന്നെയാണ് ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ. പിന്നെ അതേപോലെ ചില B2B ചില കമ്പനീസും ഇങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്കൊരു തോട്ട് വന്നു, വൈ കാൻഡ് ഐ ഡു ദിസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡിൽ തന്നെ ഞാൻ ആക്ച്വലി ഒരു ഏജൻസി എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ, കാരണം ഞാൻ പറയാലോ, ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 3 ഏജൻസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഒരു ഇൻഹൗസ് ഫോമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും എനിക്ക് ലാക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൾസോ അവർക്ക് കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഭയങ്കര കുറവാണ് ഈ ഒരു കാര്യത്തിൽ. സോ ഞാൻ ഏജൻസി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ ക്ലയൻസ് കുറച്ച് മതി, ഒരു 10-15 ക്ലയൻസ് ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഈ ക്ലയൻസിന്റെ അടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് കറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അവരാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ അവർ ഹാപ്പി ആയിരിക്കണം. ആ ഒരു കാര്യമാണ് ആക്ച്വലി ഞാൻ ഏജൻസി തുടങ്ങി. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം വർക്ക് വരുവാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പം കറന്റ് റാപ്പിഡായിട്ട് വർക്ക് എടുക്കുന്നില്ല. ഞാൻ ഒരു 3 ഡിസ്കവറി കോളം ഗ്രൂപ്പ് എടുക്കാറുണ്ട്. എന്നിട്ട് അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകാറുള്ളൂ. അങ്ങനെ ഓരോ അത്രയും ഒരു ഫിൽറ്റേർഡ് ആയിട്ട് ഇപ്പോൾ ആക്ച്വലി ഞാനത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിപ്പം ഏജൻസി ഇതിലോട്ടായി. ഇപ്പൊ അത് പതിയെ ബിൽഡിംഗ് പ്രോസസ്സിലാണ്. എക്സൈറ്റഡ് ആണ്. ഞാൻ സാറിന്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോ ഒരു ഏജന്റ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രോഗ്രാമാറ്റിക് SEO പ്രൊജക്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ഒക്കെ നമ്മൾ പിന്നെ ഫ്യൂച്ചറിൽ ലിങ്ക്ഡിൽ അപ്ഡേറ്റ് ചെയ്യാല്ലേ. ഓക്കെ, നമുക്ക് SEO സൈഡ് വരുമ്പോൾ ഓഫ് പേജ്, ഓൺ പേജ്, ടെക്നിക്കല്, ഇതിൽ ഏതിലാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാനുള്ളത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഒരു അച്ഛനുണ്ടാവുന്നുണ്ട്, അതിന്റെ അമ്മൂമ്മയുണ്ട്, ഒരു മുതലിൽ ആരെയാണ് ഇഷ്ടം കൂടുതലെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത്. കോമൺലി ഇങ്ങനെ കുറെ ഡൗട്ടുകൾ ചോദിക്കാറുള്ളത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ യൂഷ്വലി 3 ഫോക്കസ് ചെയ്യുന്ന 3 ഈക്വലി ഇമ്പോർട്ടൻ്റ് ഫോക്കസ് ചെയ്യാൻ പറയുന്ന ഒരാളാണ്. ഓൺ പേജ് ഫോക്കസ് ചെയ്യണം, ഓഫ് പേജ് ഫോക്കസ് ചെയ്യണം, ടെക്നിക്കൽ SEO ഫോക്കസ് ചെയ്യണം. പക്ഷേ റീസെന്റ് എനിക്ക് വന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നിക്കൽ SEO എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ഞാനത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് അഭിനവുമായിട്ടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ആക്ച്വലി അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. കാരണം സിമ്പിളി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു വെബ്സൈറ്റിനകത്തോട്ട് ഒരാൾ വരുമ്പോഴത്തേക്കും ആ വെബ്സൈറ്റ് ലോഡ് ആയില്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? അതെ, ഇല്ല. ഒരു ലോഡ് ആയില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോണ്ടന്റ് ലേഔട്ടോടെ സംഭവിച്ചു. CLS മറ്റേ ഒരു അറിയാലോ, നമ്മളിപ്പോൾ ഒരു സാധനം ആക്ച്വലി ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോഴേ കാണാറുണ്ട്, പണ്ടത്തെ വെബ്സൈറ്റിലൊക്കെ പണ്ട് കാണാറുണ്ട്, ആ ഒരു ലോഡായി വരുന്നത് കാണുമ്പോഴായിരിക്കും ആ ബട്ടൺ ചിലപ്പോൾ താഴോട്ട് കയറുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ക്ലിക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് ഒരു യൂസ് ഇല്ല ആക്ച്വലി, ആ ഒരു വെബ്സൈറ്റിനെ കൊണ്ട് ഒരു യൂസ് ഇല്ല. ഇപ്പം ഞാനിപ്പം കറന്റ് ക്ലാസ്സിലൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളൊരു വീട് റെന്റിന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. ആ കൊടുക്കുന്ന വീടിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ ഫേർണിച്ചേഴ്സ് ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടേക്കുന്നു, അവിടെ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണോ, നന്നായിട്ടാണോ നടക്കുന്നത്, ആൻഡ് ഓൾസോ എല്ലാം വൃത്തിയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഒരു ഓൺ പേജ് SEO എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിനകത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലൈക്ക് കോണ്ടന്റ് എങ്ങനെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓൺ പേജ് SEO അതിനകത്ത് വരുന്നത്. ഓഫ് പേജ് SEO എന്ന് പറയുമ്പോഴത്തേക്കും വെളിയിലുള്ള ആൾക്കാർ നമ്മളെ വീടിനെ പറ്റി എന്ത് പറയുന്നു എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ. ഇപ്പം അത് ആക്ച്വലി അവർ ചിലപ്പോൾ വീട് കയറണമെന്ന് തന്നെ ഇല്ല, ചിലപ്പോൾ അവർ ഒരു 2-3 ആൾക്കാർ ഇവരെ വീട്ടിൽ നേരത്തെ താമസിക്കുന്ന ആൾക്കാർ കൊള്ളാം, നല്ല വീടാണ്, നല്ല ഐശ്വര്യമുള്ള വീടാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ആ വീട്ടിൽ കയറുന്നതിന് മുമ്പേ നമുക്ക് ട്രസ്റ്റ് വരും അല്ലെ, ആ ഒരു വീടിനെ ട്രസ്റ്റ്. അതേപോലെ തന്നെ ഓഫ് പേജ് SEO എന്ന് പറയുമ്പോഴത്തേക്കും പുറത്ത് കുറച്ച് വെബ് പേജിൽ നിന്ന് നമുക്ക് ആക്ച്വലി അതിൽ നിന്ന് ഒരു ലിങ്ക് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഗൂഗിളിന് മനസ്സിലാവും ഇവരെ വിശ്വസിക്കാൻ കൊള്ളാം, ഇവർ നല്ല വെബ് പേജസ് ആണെന്നത്. അത് ഒറിറ്റേറ്റീവ് ആയിരിക്കണം, ഒരു ആവശ്യമില്ലാത്ത ഒരാൾ പറഞ്ഞിട്ട് അതിനകത്ത് കാര്യമില്ല. ഒരു ഗുണ്ട പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ലൈക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത ഒരാൾ അങ്ങനത്തെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കണക്കാക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം സൊസൈറ്റിയിൽ അത്യാവശ്യം കുറച്ച് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചുള്ള വിശ്വാസം കൂടും. അതേപോലെ തന്നെയാണ് ഓഫ് പേജ് SEOയുടെ കാര്യം. ടെക്നിക്കൽ SEO എന്ന് പറയുമ്പോഴത്തേക്കും ആ വീടിനകത്ത് മുഴുവൻ അലങ്കോലേക്ക് കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം പൊട്ടി കിടക്കുക, ആൻഡ് ഓൾസോ അതിനകത്ത് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്, മുഴുവൻ അലമ്പായി കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞത്. അങ്ങനെ അലമ്പായി കിടക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വീടിനകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ആ വീടിന് ആക്ച്വലി അകത്തുണ്ട്, ആ രീതിയിലാണ് വെച്ചേക്കുന്നത്. അതാണ് ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ആക്ച്വലി ആരും വീട്ടിൽ കയറത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെക്നിക്കൽ SEO ആദ്യം പക്കയാക്കണം, പിന്നെ സെക്കൻഡറി ഞാൻ എപ്പോഴും ഫോക്കസ് കൊടുക്കാറ് ഓൺ പേജ് SEOക്കാണ്. ചിലവർ ഓഫ് പേജ് എന്ന് പറയാറുണ്ട്, പക്ഷെ എനിക്ക് കോണ്ടന്റ് സൈഡ് സെറ്റാക്കി, കാരണം ഗൂഗിൾ എപ്പോഴും നോക്കുന്ന റിലവൻസ് ആണ്. ആ പേജ് റിലവന്റ് ആയാൽ മാത്രമേ, കോണ്ടന്റ് വൈസ് റിലവന്റ് ആയാൽ മാത്രമേ ഗൂഗിൾ ആക്ച്വലി ആക്കാലോട്ട് കാണിക്കത്തുള്ളൂ. സോ ഓൺ പേജ് SEO ഇസ് ദ സെക്കൻഡ് ആൻഡ് ഓഫ് പേജ് SEO ആണ് ഞാൻ തേർഡ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ബാക്ക് ലിങ്ക്സ് എന്താണ്, അത് എങ്ങനെ പ്രോപ്പർലി ബാക്ക് ലിങ്കിങ് ചെയ്യാം? ഓക്കെ, ബാക്ക് ലിങ്ക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു കോൺട്രവേഴ്ഷ്യലും ആണ്, ആൻഡ് ഓൾസോ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പം ഞാനിപ്പം ഒരു 3 agency വർക്ക് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ബാക്ക് ലിങ്കിങ് മെത്തേഡാണ് ലൈക്ക് നമ്മളിപ്പം ഒരു നമുക്കൊരു വെബ്സൈറ്റ് കിട്ടുവാണെങ്കിൽ ആ വെബ്സൈറ്റിൽ ലിങ്ക് എടുക്കുക, ഒരു 4 സ്ഥലത്ത് കൊണ്ടിടുക. ഈ റീസെന്റ് കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ദുബായിൽ നിന്നൊരു എൻ്റെ പരിചയത്തിലുള്ള സാർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരെ എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു അത് ആക്ച്വലി ഒരു ഹെൽത്തിന്റെ ഒരു ഫീൽഡായിരുന്നു. അപ്പം അവർ വേറെ ഏതോ ടീമിന് കൊടുത്ത് ചെയ്ത ബാക്ക് ലിങ്ക് ആണ്. അവര് ആ ഹെൽത്തിൽ ആ ടീമിന് കൊടുത്തപ്പോഴത്തേക്കും ഇതൊന്നും റെലവെന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ എനിക്ക് അയച്ചു തന്നു. ഞാൻ നോക്കിയപ്പോൾ GTFയുടെ വെബ്സൈറ്റ് കൊണ്ട് ബാക്ക് ലിങ്ക് ചെയ്തേക്കും. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് അഡൽട്ട് വെബ്സൈറ്റ്സിലവരെ കൊണ്ട് ബാക്ക് ലിങ്ക് ചെയ്യുന്ന ടീംസ് ഉണ്ട്. അത് നോക്കുന്നില്ല, അവര് മെയിനായിട്ട് കണ്ടിട്ടുള്ളത് ഫ്രഷേഴ്സിന് ആദ്യം കൊടുക്കുന്ന ടാസ്ക് ബാക്ക് ലിങ്ക് ആയിരിക്കും. അവർക്ക് അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കത്തില്ല, എന്താണ് ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഇമ്പോർട്ടൻസ് ആക്ച്വലി. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ അത് വേർഡ് തന്നെ ഉണ്ട് ബാക്ക് ലിങ്ക്. ആ ഒരു നമ്മൾ വേറൊരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബാക്ക് ലിങ്ക് ആണ്. അത് എന്താ പറയാ, അത് നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് ഒരിടത്തും കൊണ്ടിടരുത്. അത് നമുക്ക് ബേസിക്കലി അല്ലെങ്കിൽ നാച്ചുറലി നോക്കിക്കഴിഞ്ഞാൽ ആ സാധനം നാച്ചുറൽ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് ഒരു ലിങ്ക് ബാക്ക് ആയിട്ട് അത് വരണം. അതാണ് അതിന്റെ ബേസിക്കലി ഉള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ശ്യാം സാർ ഉണ്ടല്ലോ, ശ്യാം സാറിന്റെ പണ്ട് ഞാൻ ശ്യാം സാറിന്റെ അടുത്ത് പഠിച്ചത് ആക്ച്വലി എൻ്റെ അഡ്വാൻസ് ഒരു മെന്റർ എന്ന് പറഞ്ഞ ശ്യാം സാറാണ്. പുള്ളിക്കാരുടെ അടുത്ത് പഠിച്ച സമയത്ത് ഒരു നാച്ചുറൽ എനർജി ഹബ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ കണ്ണുകളിൽ പോയിട്ടുണ്ട്, കാരണം അത് ഈ നമ്മുടെ ഈ സോയിൽ എറോഷൻ അങ്ങനത്തെ കീവേഡ്സിനൊക്കെ ടോപ്പിൽ ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്. ഒരു ടൈമിൽ ഇപ്പൊ അത് താഴ്ന്നിട്ടുണ്ട്. ആ ടൈമിൽ ആക്ച്വലി അതിന് വന്ന ബാക്ക് ലിങ്ക് കാണുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈക്ക് ബേസിക്കലി ഫോർ ഗവൺമെന്റ് സൈറ്റ്സോ അങ്ങനത്തെ സൈറ്റ്സ് എന്നൊക്കെ ആക്ച്വലി, കാരണം ഒരു വെബ്സൈറ്റിനകത്ത് സോയിൽ എറോഷൻ എന്ന് ആക്ച്വലി അവിടെ കണ്ടു കഴിഞ്ഞാൽ അവർ ആക്ച്വലി ഈ ഒരു വെബ് പേജിലോട്ട് ബാക്ക് ലിങ്ക് കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പം അത് യൂഷ്വലി അവരുടെ സൈഡിൽ നിന്ന് റിസർച്ച് കാണും. ചിലപ്പം ഞാനാണിപ്പോൾ ആ പേജ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ ഒരു ബാക്ക് ലിങ്ക് ഏത് എക്സ്റ്റേണൽ ലിങ്കിലോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ റിസർച്ച് കാണും. റിസർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് യൂഷ്വലി പല സ്റ്റേജിലും കാണുമായിരിക്കും. ഇപ്പം എന്താ പറയുക, ചിലപ്പം അവർ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വെബ് പേജ് ഫസ്റ്റോ സെക്കൻഡോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് ഒരു ബാക്ക് ലിങ്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. മനസ്സിലായി? അവർക്ക് സോയിൽ എറോഷൻ ഒരു സ്ഥലത്തോട്ട് ബാക്ക് ലിങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ വെബ് പേജിലോട്ട് ബാക്ക് ലിങ്ക് കൊടുക്കണം. അപ്പോഴത്തേക്കും
അവർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് കാണുന്ന വെബ് പേജ് ആണെങ്കിൽ ഉടനെ നമ്മുടെ അതിനകത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊരു ലിങ്ക് ബാക്ക് കൊടുക്കും. എപ്പോഴും ആക്ച്വലി ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമ്മൾ നാച്ചുറലി ഒരു ബാക്ക് ലിങ്ക് അല്ലെങ്കിൽ ലിങ്ക് ബാക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. പിന്നെ PR സബ്മിഷൻ, ന്യൂ സബ്മിഷൻ സൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ PR ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് വേറൊരു സ്ട്രാറ്റജി, നമ്മൾ വേറൊരു PR സ്ട്രാറ്റജി അല്ലെങ്കിൽ അതൊരു സംഭവം അതിന് വേണ്ടി ബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഏറ്റവും ബെറ്റർ അതാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു സംഭവമാണ്, നമ്മളിപ്പം നല്ലത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ചെയ്യാതിരിക്കാനേ ഭേദം. വെറുതെ ചെയ്യുക ആ ഒരു. പിന്നെ അതേപോലെ തന്നെ അതോറിറ്റേറ്റീവ് ആയിട്ടും കാണും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് അതോറിറ്റേറ്റീവ് ആണെന്ന് നമുക്കൊരു ഉറപ്പ് പറഞ്ഞു. ഇപ്പം എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയല്ലോ ഒരു ബാക്ക് ലിങ്ക് കൊടുത്തെന്ന് പറയല്ലോ, ഒരു നമ്മള് പെർമിഷൻ ഇല്ലാതെ ചിലപ്പം ആ കാര്യം ചിലപ്പോൾ ഒരു ബാക്ക് ലിങ്ക് കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചോദിക്കും, നിങ്ങൾ ഈ വെബ് പേജ് ഒന്ന് ബാക്ക് ലിങ്കിന് വേണ്ടി എടുത്തോട്ടേയും ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ അവർ നമ്മളെ ചോദിക്കാതെ എടുക്കുന്ന സൈറ്റ് ഏതെങ്കിലും ഇറലവൻ്റ് ആയുള്ള സൈറ്റ്സിലാണോ പോകുന്നതെന്ന് കൂടെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ സെർച്ച് കൺസോളിൽ ഡിസർവ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ എല്ലാത്തിലും കാണും. അതിനകത്ത് പോയിട്ട് ഡിസർവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക് ലിങ്ക് നമുക്ക് പോകും. പക്ഷെ ആ പോയ ബാക്ക് ലിങ്ക് പിന്നെ കിട്ടൂല. ആവശ്യമില്ലാത്ത ബാക്ക് ലിങ്ക് ആണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. നന്നായിട്ടൊരു അതോറിറ്റി പാസ് ഓൺ ചെയ്യുന്ന ബാക്ക് ലിങ്ക് ആണെങ്കിൽ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ബാക്ക് ലിങ്ക് കിട്ടത്തില്ല. ഈ ബാക്ക്ലിങ്ക് എപ്പോഴും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ. ബാക്ക്ലിങ്ക് സ്ട്രാറ്റജി എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ആക്ച്വലി അത് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ലൈക്ക് ജൂനിയേഴ്സിന് പറഞ്ഞു കൊടുക്കണം, ഇതാണ് സംഭവം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ലോജിക്ക് മനസ്സിലാവുക നമ്മളെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് ഏറ്റവും കാര്യം. പിന്നെ കോമൺലി കാണുന്ന ഒരു ഡൗട്ടാണ് ഈ പേജ് ഇൻഡെക്സ് ആവുന്നില്ല എന്നുള്ളത്. അത് ഞാൻ എന്തൊക്കെയായിരിക്കും കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും കാണാം. എനിക്ക് ആക്ച്വലി പേഴ്സണലി ഇഷ്ടം പോലെ വരാറുണ്ട്, സർ എനിക്ക് പേജ് ഇൻഡെക്സ് ആവുന്നില്ല, എന്താണ് റീസൺ എന്ന് പറയും. ബേസിക്കലി ഒരു പേജ് ഇൻഡെക്സ് ആവാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് കൺസോളിൽ പോവുക. അവിടെ പോയി കഴിഞ്ഞ് സൈഡിൽ പേജസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഈ പേജസ് ഇൻഡെക്സ് ആവുന്ന റീസൺ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവും. കുറെ റീസൺസ് ഉണ്ടാവും. ഞാൻ മോസ്റ്റ് പ്രോബബ്ലി കണ്ടിട്ടുള്ള ചിലതൊക്കെ ആക്ച്വലി ഇറലവൻ്റ് ആയിരിക്കും. ഇപ്പം പേജസ് വിത്ത് റീഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിന്റെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റീഡയറക്ഷൻ കൊടുത്തൊരു പേജ് ആയിരിക്കും. അപ്പം ആ ഒരു എറർ ആയിരിക്കും. നമ്മൾ റീഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാനായിരിക്കും അവിടെ പേജസ് വിത്ത് റീഡയറക്റ്റ് എന്ന് കൊടുക്കണം. അതിനെ നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ പേജ് നമ്മൾ റീഡയറക്ട് ചെയ്ത പേജിലോട്ടായിരിക്കും പോകുന്നത്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചിലതൊന്നും നമ്മൾ എല്ലാം എറേഴ്സ് അല്ല, ചിലത് മാത്രമേ എറേഴ്സ് ഉള്ളൂ. അതാണ് ഇപ്പോൾ അറിയേണ്ടത്. പിന്നെ അതിനകത്ത് വന്നിട്ടുള്ള മെയിൻലി 2-3 ലൈക്ക് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കവേർഡ് കറൻലി നോട്ട് ഇൻഡെക്സ്, ക്രോൾഡ് കറൻലി നോട്ട് ഇൻഡെക്സ്, കറൻലി നോട്ട് ഡിസ്കവേർഡ്, അങ്ങനത്തെ കുറച്ച് എറേഴ്സ് വരാറുണ്ട്. അത് ബേസിക്കലി നമ്മൾ ഈ ഗൂഗിളിലെ ക്രോളിംഗ് സ്റ്റേജ് എപ്പോഴും ഒരു 3 നമ്മളെപ്പോഴും കൺസിഡർ ചെയ്താൽ മതി. അത് ഒരു ഡോക്യുമെന്റേഷനെ കൊണ്ട് അതിനകത്ത് ബേസിക്കലി ഫസ്റ്റ് ഡിസ്കവറി സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യണം, ക്രോളിംഗ് സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യണം, ഇൻഡെക്സിംഗ് സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ക്രോളിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ സ്ഥലത്ത് പോയിട്ട് ഗൂഗിളിന്റെ ക്രോളേഴ്സ് പോയി ഓരോ ഇൻഫർമേഷൻ ക്രോൾ ചെയ്ത് വന്ന് അത് ഇൻഡെക്സിങ്ങിന് വെച്ചിട്ട് അതിനുശേഷം അത് ഇൻഡെക്സ് ആവുന്ന ഒരു സ്റ്റേജ്, അതാണ് ആക്ച്വലി ആ ഡിസ്കവറി, ക്രോളിംഗ്, ഇൻഡെക്സിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു കാര്യം എടുക്കുമ്പോഴത്തേക്കും ആദ്യം വരുന്ന കറൻലി നോട്ട് ഡിസ്കവേർഡ് എന്ന് പറയുന്ന ഇഷ്യൂ ആണ്. കറൻലി നോട്ട് ഡിസ്കവേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ യൂഷ്വലി വരുന്നത്, അത് ഡിസ്കവർ ചെയ്തിട്ടില്ല. കാരണം ഗൂഗിളിന്റെ ക്രോളേഴ്സ് ആ ഒരു വെബ് പേജ് കണ്ടിട്ടില്ല. സോ നമ്മൾ അത് കാണുന്ന സ്ഥലത്തോട്ട് പ്ലേസ് ചെയ്യുക. അത് കാണാത്തതിന്റെ ഇഷ്യൂ ആണ്. ഇപ്പം എന്താ പറയാ, ബേസിക്കലി എപ്പോഴും ക്രോളിംഗ് നടക്കുന്ന ഒരു വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ, നന്നായിട്ട് ഒരു അതോറിറ്റേറ്റീവ് സോഴ്സ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ യൂഷ്വലി എപ്പോഴും ഗൂഗിൾ ക്രോളേഴ്സ് വരാറുണ്ട്. അങ്ങനത്തെ അല്ലാത്ത വെബ്സൈറ്റ്സിലായിരിക്കും യൂഷ്വലി ഈ ക്രോളിംഗ് എപ്പോഴും കുറച്ച് കുറഞ്ഞിരിക്കുക. ക്രോളിംഗ് ഹെൽത്ത് കുറവാണെന്ന് നമ്മൾ യൂഷ്വലി പറയാറ്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഇൻഡെക്സ്ഡ് ആയ പേജസോ അല്ലെങ്കിൽ ഓൾറെഡി ക്രോൾഡ് ആവുന്ന, ഇടയ്ക്കിടയ്ക്ക് ക്രോൾഡ് ആവുന്ന ഹോം പേജ് ഒക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ക്രോൾഡ് ആവുന്ന പേജ്, അങ്ങനത്തെ പേജസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഒരു പേജിന്റെ ഇന്റേണൽ ലിങ്ക് ചെയ്യുക. ഇന്റേണൽ ലിങ്ക് ചെയ്യുമ്പോഴത്തേക്കും അതുവഴി ക്രോളേഴ്സ് വരുമ്പോഴത്തേക്കും അതുവഴി കയറി ഈ ക്രോളേഴ്സ് നമ്മുടെ ഈ ഒരു പേജിലോട്ട് വരും. അതാണ് ബേസിക്കലി കറൻലി നോട്ട് ഡിസ്കവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ക്രോൾഡ് കറൻലി നോട്ട് ഇൻഡെക്സ്. അത് കുറച്ച് സിമ്പിൾ സാധനമാണ്. എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ ക്രോളേഴ്സ് വന്ന് ആ വെബ് പേജ് മുഴുവൻ ക്രോൾ ചെയ്ത് നോക്കി, പക്ഷെ അത് ഇൻഡെക്സ് ആയിട്ടില്ല. ആക്ച്വലി ക്രോൾ ചെയ്തു, പക്ഷെ അത് ഇൻഡെക്സ് ആയിട്ടില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ലോജിക്കലി ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു സാധനം പോയി കണ്ടു, പക്ഷേ നമുക്ക് ലൈക്ക് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എന്താ, അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല.
ഗൂഗിളിന്റെ ക്രോളേഴ്സ് ആ കോണ്ടന്റ് കംപ്ലീറ്റ്ലി ആ പേജ് കംപ്ലീറ്റ്ലി കണ്ടു, പക്ഷെ ആ പേജ് ഗൂഗിളിന്റെ ക്രോളേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. അത് മിക്കവാറും കോണ്ടന്റ് ക്വാളിറ്റി ഇഷ്യൂ ആയിരിക്കും. ക്വാളിറ്റി ഇഷ്യൂ കാരണമാണ് ആ ഇഷ്യൂ വരുന്നത്. കോണ്ടന്റ് റീറൈറ്റ് ചെയ്തത് ഇപ്പം ഇഷ്ടംപോലെ ഇപ്പൊ ഈ കോണ്ടന്റ്സ് ഒക്കെ വന്നുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കോണ്ടന്റ്സ് കറന്റ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അവർക്ക് ഇതെല്ലാം കൊണ്ട് അവരുടെ സർവീസിലോ അല്ലെങ്കിൽ ഡേറ്റാബേസിലോ വെക്കേണ്ട കാര്യമില്ല. അവർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോണ്ടന്റ് മാത്രം. ഇപ്പം ട്രോളിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ലൈക്ക് എല്ലാ പേജസിനും ഇപ്പം ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെബ് പേജ് ആണെങ്കിൽ പോലും അവർക്ക് ആ ഒരു ക്രോളിംഗ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പെർസെന്റേജ് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു കാര്യം ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഗൂഗിളിന്റെ ക്രോളേഴ്സ് ഇപ്പം കുറച്ച് പിടിച്ചാണ് എല്ലാ കോണ്ടന്റ് പോയി ക്രോൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂ എപ്പോഴും കാണാറുണ്ട്. ഇപ്പം റീസെന്റ് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കാര്യമാണ് കോണ്ടന്റ് ക്വാളിറ്റി ഇല്ല, അതുകൊണ്ട് ക്രോൾ ചെയ്തിട്ടില്ല. ചിലപ്പോഴൊക്കെ ക്രോൾ ചെയ്യും, ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും ചിലപ്പോഴേ ക്രോൾ ചെയ്യും, പക്ഷെ റാങ്ക് ചെയ്യില്ല ആ ടൈമിൽ. പക്ഷെ ഇത് ചെയ്തിട്ട് ക്രോളിൽ കറന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി 70 to 80% ഓഫ് ടൈംസ് കോണ്ടന്റ് ക്വാളിറ്റി ഭയങ്കര കുറവായിരിക്കും. അതാണ് റീസൺ. പിന്നെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്കവേർഡ് കറന്റ് നോട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് ഞാൻ മൂന്നാമത് പറഞ്ഞ ഇഷ്യൂ. ഡിസ്കവേർഡ് കറന്റ് നോട്ട് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ കോണ്ടന്റ് ആക്ച്വലി ഗൂഗിൾ വന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ വന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ക്രോൾ ചെയ്തിട്ടില്ല. ഡിസ്കവർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ലൈക്ക് ഇങ്ങനത്തെ ഒരു വെബ് പേജ് ഉണ്ടെന്ന് ഗൂഗിളിന് മനസ്സിലായി, പക്ഷെ ആ വെബ് പേജ് ക്രോൾ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഇൻഡെക്സും ചെയ്തില്ല, ക്രോൾ ചെയ്ത് ഇൻഡെക്സ് ചെയ്തില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, മൊത്തത്തിൽ ഇപ്പൊ ഒരു ഗൂഗിളിന്റെ ക്രോളേഴ്സ് വന്ന് ആ പേജിന്റെ അവിടെ വരെ എത്തി, ആ പേജ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി, പക്ഷെ അത് ഇത് ചെയ്തില്ല. അത് മൊത്തത്തിൽ അങ്ങനത്തെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ഒരു കോണ്ടന്റ് ലേഔട്ടിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു കോണ്ടന്റ് ഒരു ക്വാളിറ്റി ഇഷ്യൂ ആണ്. കാരണം ഓൾറെഡി ഈ പേജസുമായിട്ട് സബ്സീക്വന്റ് ആയിട്ട് നിൽക്കുന്ന വേറെ പേജസിന് ഈ ഒരു കോണ്ടന്റ് ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് ഗൂഗിളിന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോഴത്തേക്കും ഗൂഗിളിന് മനസ്സിലായി വെറുതെ ഈ പേജും കൂടെ നമ്മൾ ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രോളിംഗ് ബഡ്ജറ്റ് അത് വേസ്റ്റ് ആക്കും. സോ അതുകൊണ്ട് തന്നെ അത് ക്രോൾ ചെയ്യാറില്ല, അത് യൂഷ്വലി തിരിച്ചു പോകും, വലിയ യൂസ് കാണത്തില്ല, തിരിച്ചു പോകും. ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂ ഇതാണ്. അത് എങ്ങനെ സോൾവ് ചെയ്യാം? ഡിസ്കവർ അത് നമ്മുടെ ഓവറോൾ കോണ്ടന്റ് ഹെൽത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ പേജസുമായിട്ട് റിലവന്റ് ആയിരിക്കുന്ന ബാക്കിയുള്ള പേജസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ആ പേജസിന്റെ കോണ്ടന്റ് ക്വാളിറ്റി നമ്മൾ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, നമ്മൾ എപ്പോഴേലും എന്താ പറയാ ഒരു യൂസ്ഫുൾ അല്ലാത്ത ഹെൽപ്ഫുൾ അല്ലാത്ത കോണ്ടന്റ്സ് നമ്മൾ അതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് എന്താ പറയാ ഗാർബേജ് കണ്ടന്റ്സ് അതിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഹെൽത്ത് ആക്ച്വലി നമ്മളൊന്ന് നന്നാക്കി കഴിഞ്ഞിട്ട് ലൈക്ക് അതിനെ വീണ്ടും ഒന്ന് ക്രോൾ ചെയ്യിപ്പിച്ചിട്ട് അതിനെ വീണ്ടും ഒന്ന് ഇൻഡെക്സ് ചെയ്യിപ്പിക്കുക, അതിനുശേഷം ഈ പേജിലോട്ട് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഇൻഡെക്സ് ചെയ്യും. ബാക്കിയുള്ള ഇതിന് സബ്സിക്വന്റ് ആയിട്ട് വന്ന പേജസ് എല്ലാം സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അതോറിറ്റി ആക്ച്വലി ആ ക്രോളിംഗ് ആക്ച്വലി ഇത് ചെയ്യാൻ പറ്റും. എന്താ പറയാ അതിനെ നമുക്ക് വീണ്ടും ക്രോൾ ചെയ്യിപ്പിക്കാനുള്ള രീതിയിൽ നമുക്ക് ആക്ച്വലി അതിനെ സെറ്റാക്കി ആ കോണ്ടന്റ് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് കോണ്ടന്റ് എഴുതുമ്പോൾ ഓതർ പ്രൊഫൈൽ വെക്കാറുണ്ട്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇത് ആരുടെ പ്രൊഫൈലാണ് വെക്കേണ്ടത്? കോണ്ടന്റ് എഴുതുമ്പോഴത്തേക്കും ഓതർ പ്രൊഫൈൽസ് വെക്കുന്നതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ആ എഴുതുന്ന ആ ഒരു കോണ്ടന്റ് അതോറിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ എഴുതുന്നതെന്ന് അതിനകത്ത് വരുന്ന ഒരു എന്താ പറയാ ഒരു സിഗ്നലാണ് ആക്ച്വലി ആ ഒരു ഓതർ പ്രൊഫൈൽസ് വെക്കുന്നത്. അത് ബേസിക്കലി YMYL കോണ്ടന്റ്സിനാണ് കൂടുതലും വെച്ച് കാണുന്നത്. YMYL കോണ്ടന്റ് ഒക്കെ എന്ന് പറയുന്നത് യുവർ മണി യുവർ ലൈഫ് കോണ്ടന്റ്സ്. ഇപ്പം ഫിനാൻഷ്യലിയും അതേപോലെ തന്നെ മെഡിക്കലുള്ള കോണ്ടന്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവരെ പൈസയ്ക്കും അവരെ ഹെൽത്തിനും ആക്ച്വലി ഇഷ്യൂസ് വരുന്ന കോണ്ടന്റ്സ് ആണ്. അപ്പം അത് ട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അത് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളല്ലേ എഴുതുന്നുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിച്ച് ആക്ച്വലി അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ചിലപ്പം എനിക്ക് ആക്ച്വലി ഇവിടെ ഒരു പെയിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു സെർച്ച് ചെയ്യും, ത്രോട്ടിലൊരു പെയിൻ ഉണ്ടെന്ന് സെർച്ച് ചെയ്യും. അത് വരുമ്പോൾ തന്നെ ആക്ച്വലി അത് എന്താ പറയാ അതുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത കുറെ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ കോണ്ടന്റ്സോ ആണ് നമ്മൾ ആക്ച്വലി അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിനകത്തൊരു അതോറിറ്റില്ല. അപ്പം ഒരു ഡോക്ടർ ആണെങ്കിൽ ആക്ച്വലി അതിന് വേണ്ടിയുള്ള കാര്യം മാത്രമേ അയാൾ അത് പുഷ് ചെയ്യത്തുള്ളൂ. പുള്ളിക്കാരനെ കുറച്ചുകൂടെ അതിനകത്തൊരു ലൈക്ക് ഒരു കൺട്രോളും കാണും. ആൻഡ് പുള്ളിക്കാരൻ്റെ അതോറിറ്റി ആ ഒരു കോണ്ടന്റിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബേസിക്കലി YMYL കോണ്ടന്റ്സ് വരും അങ്ങനത്തെ രീതിയിലാണ് ബേസിക്കലി അതോറിറ്റി പുഷ്. അല്ലാത്ത കോണ്ടന്റ്സിന് ആക്ച്വലി ഓതർ പ്രൊഫൈൽസ് വെക്കാറുണ്ട്. അത് ഒരു കുറച്ച് അതോറിറ്റിയുടെ കാര്യം കുറച്ച് പറയാനുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അതോറിറ്റി സ്പ്ലിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂഷ്വലി പറയാറുണ്ട്. ബേസിക്കലി ഒരു അതോറിറ്റിയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും 3 രീതിയിലാണ് അതോറിറ്റി സ്പ്ലിറ്റ് ആയി പോകുന്നത്. ഒന്നാമത്തത് വെബ്സൈറ്റ് അതോറിറ്റി, രണ്ടാമത്തെ യൂസർ അതോറിറ്റി, മൂന്നാമത്തത് ആ ബ്രാൻഡിന്റെ അതോറിറ്റി. ഈ 3 രീതിയിലായിരിക്കും അതിന് സ്പ്ലിറ്റ് വരുന്നത്. അപ്പം ഈ യൂസർ അതോറിറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം. ഇപ്പം ഞാനിപ്പം എൻ്റെ അതൊരു സ്കോറായിട്ട് ജസ്റ്റ് അതോറിറ്റി സ്കോറായിട്ട് ജസ്റ്റ് കണക്കാക്കിയാൽ മതി. അതിനൊക്കെ ഗൂഗിളിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയുള്ള കുറെ എൻജിൻസ് ഒക്കെ ഉണ്ട് ആ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് ആക്ച്വലി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വെബ്സൈറ്റിനകത്തോട്ട് ആഡ്സോമേരി വെബ്സൈറ്റിനകത്തോട്ട് ഞാനൊരു കോണ്ടന്റ് ആക്ച്വലി പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും അത് പബ്ലിഷ് ചെയ്തത് ഹസൻ റൗത്തറാണ്.
അപ്പം ഞാൻ ആ കണ്ടന്റ് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും ആ കണ്ടന്റ് റിലവന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഞാൻ പറയുന്ന കാര്യം ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഒരു ഗുണമില്ലാത്ത ഒരു ഗാർബേജ് കണ്ടന്റാണ് നമ്മൾ ആക്ച്വലി പുഷ് ചെയ്യുന്നെങ്കിൽ അതിലൊരു ഒരു ഇതും ഇല്ല, അതിൽ എന്താ പറയാ, അതുകൊണ്ട് നമുക്കൊരു യൂസും ഇല്ല. നല്ല റെലവെന്റ് ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റി ഒരു കോണ്ടന്റ് ആണ് കറന്റ് ഇപ്പോൾ പുഷ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഈ അതോറിറ്റി സ്കോർ ഡിവൈഡ് ആയി എന്ന് പറഞ്ഞാൽ ഇപ്പം ഹസൻ റാവുത്ത് എന്ന ഒരു പെർട്ടിക്കുലർ അതോറിറ്റി സ്കോർ വരും, നമ്മുടെ ആഡ്സോമിയുടെ വെബ്സൈറ്റിന് ഒരു അതോറിറ്റി സ്കോർ വരും, ആഡ്സോമിയുടെ ബ്രാൻഡിന് ഒരു അതോറിറ്റി സ്കോർ ഇങ്ങനെ ഡിവൈഡ് ആയി പോകും. അങ്ങനെ നമ്മൾ ഒരു 20 കോണ്ടന്റ് അടുപ്പിച്ച് പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ അതോറിറ്റി ഇങ്ങനെ ഡിവൈഡ് ഓരോന്നും. അപ്പം ഹസൻ റാവുത്തറിന് 20 ഇൻറ്റു അതോറിറ്റി ആയിരിക്കും. അപ്പം ഹസൻ റാവുത്ത് അത് പക്ഷേ അതോറിറ്റി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പിക്കാണ്. നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക്കിനായിരിക്കും അതോറിറ്റി ആക്ച്വലി സ്പ്രെഡ് ആയി പോകുന്നത്. നമ്മളിപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു ടോപ്പിക്കിലായിരിക്കും നമ്മൾ ആ ഒരു കോണ്ടന്റ്സ് മുഴുവൻ പുഷ് ചെയ്തത്. ആ പുഷ് ചെയ്ത ടോപ്പിക്കിനായിരിക്കും നമുക്കൊരു 20 ഇൻറ്റു അതോറിറ്റി സ്കോർ ഒരാൾക്കാർക്ക് വരുന്നത്. ഇപ്പം ഹസൻ സാറിന് ആക്ച്വലി 20 ഇൻറ്റു അതോറിറ്റി സ്കോർ ആ ഒരു ടോപ്പിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനായിരിക്കും. ആഡ്സോമിയുടെ വെബ്സൈറ്റിനകത്ത് ആ ഒരു അതോറിറ്റി സ്കോർ 20 ഇൻറ്റു ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനായിരിക്കും വരുന്നത്. നമ്മൾ ടോപ്പിക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ അതോറിറ്റി സ്കോർ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് അത് വേറെ ടോപ്പിക്കിൽ അതോറിറ്റി സ്കോർ ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായോ? അപ്പം അതാണ് ബേസിക്കലി അതിന്റെ ഒരു കാര്യം. അപ്പം ഈ 20 ഇൻറ്റു അതോറിറ്റി സ്കോർ ഉള്ള ഹസൻ റാവുത്തർ വേറൊരു വെബ് പേജിൽ പോയി കോണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു അതോറിറ്റി അവിടെയും കാണും. മനസ്സിലായി? ഇപ്പൊ ഞാൻ ലിങ്ക്ഡിനിലാണ് ഒരു ആർട്ടിക്കിൾ എഴുതുന്നെങ്കിൽ അപ്പം സാറ് ആഡ്സോമിയിൽ പോയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതി, അത് കഴിഞ്ഞിട്ട് പിന്നെ ലിങ്ക്ഡിനിൽ പോയി ഒരു ആർട്ടിക്കിൾ എഴുതി. അപ്പം മറ്റടുത്ത് 20 ആർട്ടിക്കിൾ എഴുതിയതിന്റെ ഒരു അതോറിറ്റി സ്കോർ സാറിന്റെ ഉണ്ട്. ആ ഒരു അതോറിറ്റി സ്കോർ നമുക്ക് ലിങ്ക്ഡിനിലും കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആ പേജിന് അതിൻ്റെതായ ഒരു അതോറിറ്റി കാണും. കംപ്ലീറ്റ്ലി ആ ഒരു കോണ്ടന്റിന് അതിൻ്റെതായ അതോറിറ്റി കാണും. യൂഷ്വലി അങ്ങനെയാണ് ഒരു അതോറിറ്റി സ്കോർ സ്പ്ലിറ്റ് വരുന്നത്. ഇങ്ങനെ ആക്ച്വലി നമുക്ക് ആ ഒരു അതോറിറ്റി ആക്ച്വലി വെബ്സൈറ്റിനകത്ത് കൊണ്ടുവന്ന് പമ്പ് ചെയ്യുമ്പോഴത്തേക്കും ടോപ്പിക്കൽ അതോറിറ്റി നമുക്ക് പറയാം. യൂഷ്വലി അത് പറയുന്നതെന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അതേപോലെ തന്നെ എല്ലാ കോണ്ടന്റ്സും നമ്മൾ ആക്ച്വലി ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടോപ്പിക്കൽ അതോറിറ്റി എന്ന് യൂഷ്വലി പറയാൻ പറ്റും ആ ഒരു ഇതിന്. അപ്പോൾ അതുവഴി നമുക്ക് ടോപ്പിക്കൽ ലീഡേഴ്സ് ആവാൻ പറ്റും ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റ്. മനസ്സിലായി. ഞാനൊരു തേർഡ് പാർട്ടി കോണ്ടന്റ് വെച്ച് കോണ്ടന്റ് എഴുതിയിട്ട് ഞാനത് വെരിഫൈ ചെയ്തിട്ട് വെരിഫൈഡ് ബൈ ഹസൻ റാവുത്തർ എന്ന് എഴുതിയാൽ അത് യൂഷ്വലി വൈകൽ കോണ്ടന്റ്സിലാണ് യൂഷ്വലി കണ്ടുവരാറ്. അത് ബേസിക്കലി ഡോക്ടേഴ്സിനൊന്നും ടൈം കാണത്തില്ല, കോണ്ടന്റ് എഴുതാൻ വേണ്ടി ടൈം കാണത്തില്ല. അതേപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ കോൺസൾട്ടൻസിനാണെങ്കിൽ അവരുടേതായ വർക്കിൽ അവർ ആക്ച്വലി ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്കൊരു തേർഡ് പാർട്ടി കോണ്ടന്റ് റൈറ്റർ ഹയർ ചെയ്തിട്ട്, പക്ഷെ ഈ ഹയർ ചെയ്യുന്നെങ്കിൽ പോലും ഈ മെഡിക്കൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കോണ്ടന്റ് റൈറ്റർ ആണെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. കാരണം അവർ ഓൾറെഡി ഈ ഒരു അപ്പം യൂഷ്വലി പലവരും ഇപ്പൊ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ നീഷയിലാണെങ്കിൽ ആ നീഷയിൽ മാത്രം എഴുതുന്ന കോണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ട്. അവരെ ഹയർ ചെയ്തിട്ട് അവർ വഴി എഴുതിയിരിക്കും. അപ്പൊ അവർക്ക് ഓൾറെഡി ആ അതോറിറ്റി സ്കോർ അവർക്ക് എങ്ങനെ പുഷ് ചെയ്ത് വരും. അപ്പം ആ ഒരു പുഷ് ചെയ്ത് വരുന്ന അതോറിറ്റി സ്കോർ കാരണം ആക്ച്വലി നമ്മൾ എഴുതുന്ന കോണ്ടന്റിലും അത് വരും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡോക്ടേഴ്സിന്റെ സെക്ഷനൊക്കെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ നെയിം വേണമെങ്കിൽ റിവ്യൂഡ് ബൈ ഇന്ന ഡോക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ റിവ്യൂഡ് ബൈ ഇന്ന ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു കാര്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബേസിക്കലി ഒരു എന്താ പറയാ ഓതർ പ്രൊഫൈൽ ആക്ച്വലി ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്നൽസ് കൊടുക്കണം നമ്മളെപ്പോഴും ഗൂഗിളിന്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും ഈ പേജസ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇന്ന ഓതറിന് നമ്മൾ ക്രിയേറ്റ് ലിങ്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇന്ന ഓതറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിന് ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പം ഒരാളുടെ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ആ ലിങ്ക്ഡിൻ ഒരു പ്രൊഫൈൽ മെയിനായിട്ട് നമ്മളൊരു ഹബ്ബായിട്ട് വെച്ചിട്ട് ആ ലിങ്ക്ഡിൻ പ്രൊഫൈലിലോട്ട് തന്നെ എല്ലാം ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിന് മനസ്സിലാവും ഓക്കെ ഈ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ആളാണ് ആക്ച്വലി ആ കോണ്ടന്റ് എഴുതുന്നത്. ഗൂഗിളിനൊരു ഐഡന്റിറ്റി കിട്ടും. പിന്നെ ഇപ്പം കറൻറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ വെക്ടർ ഡാറ്റാബേസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഗൂഗിളിന് ഓട്ടോമാറ്റിക്കലി അത് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. കോണ്ടന്റ് ടോണും കോണ്ടന്റ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് ഇന്ന ആളാണ് എഴുതിയെന്ന് ആക്ച്വലി അത് കിട്ടും. പിന്നെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫേക്ക് ചെയ്യേണ്ടി വരും. അത് ഇങ്ങനത്തെ ഒരു ഓതറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അത് ചില സമയങ്ങളിൽ എനിക്ക് 1-2 പ്രാവശ്യം എനിക്ക് വർക്കായിട്ടുണ്ട്. പക്ഷെ അല്ലാത്തപ്പോഴത്തേക്കും വലിയ യൂസും വരാത്തിരുന്ന സിറ്റുവേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ കമ്പനീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം കാണത്തില്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അവർ പറയാം അവരെ പേരും അതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. റിവ്യൂഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അവരെ പേരും അവർ മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഞാനൊരു തേർഡ് പാർട്ടി ഒരു ഓതറിനെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അത് എനിക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എത്രത്തോളം. പക്ഷേ എന്നാലും ഒരു അതോറിറ്റി അതിനകത്തുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പോസിബിളാണ് ഒരു കാര്യം, ഫേക്ക് ചെയ്യുന്നത് പോസിബിളാണ്. പക്ഷേ ചെയ്ത് നോക്കണം. അത് ഞാനും 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പം ലൈക്ക് അതിന് പക്ഷേ അതോറിറ്റി എനിക്ക് എങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം എനിക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാനിപ്പോൾ കറൻറ്റ്ലി സ്റ്റക്കാണ്. ഒരു SEO പ്രൊജക്റ്റ് കിട്ടിക്കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ പ്രോസസ്സ് പോകണ്ടേ?
എൻ്റെ കയ്യിലാണ് ഇപ്പോൾ കറൻറ്റ്ലി കിട്ടുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്, ഓരോ ആൾക്കാർക്ക് ഓരോ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഇതായിരിക്കും, ലെവൽ ഓഫ് അപ്രോച്ച് ആയിരിക്കും. ഞാൻ ചെയ്യുന്നൊരു ബേസിക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ 2 ഡിസ്കവറി കോൾ എടുക്കും. ബേസിക്കലി ആദ്യം എടുക്കുന്നത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടീമായിട്ടായിരിക്കും. രണ്ടാമത് എടുക്കുന്നത് അവരുടെ ഈ ഒരു കോണ്ടന്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീം കാണും. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവരെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ടീം കാണും. അവരായിട്ട് 2 ഡിസ്കവറി കോൾ ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്. എന്നിട്ട് അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ആസ്പെക്റ്റൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ല, ഇപ്പം കറൻറ്റ്ലി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ആസ്പെക്റ്റ് മനസ്സിലായാൽ മാത്രമേ ഞാൻ ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു കാര്യം പറയാറുള്ളൂ മിക്ക ആൾക്കാരെടുത്തും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3 ലെവൽ ഓഫ് ഓഡിറ്റ് ഞാൻ ചെയ്യാറുണ്ട്. അതിൽ ഒന്ന് CR ഓഡിറ്റ്, കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ ഓഡിറ്റ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവരതിനകത്ത് കറൻ്റ്ലി ഉള്ള ലൈക്ക് ആ ഒരു കൺവേർഷൻസ് കറക്റ്റ് കിട്ടാനുള്ള ഒരു പ്ലേസ്മെൻറ്റ്സ് കറക്റ്റ് ഉണ്ടോ നോക്കും. ഒരു മൊത്തത്തിലുള്ള ഒരു ടെക്നിക്കൽ ഓഡിറ്റ് ഞാൻ ചെയ്യാറുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഓഡിറ്റ്. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഒരു കോണ്ടന്റ് ഓഡിറ്റും ചെയ്യാറുണ്ട്. ഇത് മൂന്നും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ വെബ്സൈറ്റിനുള്ള പെർഫോമൻസ് ഇഷ്യൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ തേർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കീവേഡ് ഷീറ്റ് ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്യും. കറൻ്റ്ലി ഇപ്പം ഏതൊക്കെയാണ് ഒരു ബേസിക് കീവേഡ് ഷീറ്റ് ആയിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബേസിക് കീവേഡ് ഷീറ്റ്. കാരണം ഇപ്പം സെമാൻറ്റിക്കലി ആയതുകൊണ്ട് തന്നെ ഒരു ബേസിക് കീവേഡ് എൻ്റെ കീവേഡ്സിൻ്റെ ലെങ്ത്തൊക്കെ ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ലെങ്ത് അല്ല, ലൈക്ക് നമ്പേഴ്സ് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ആക്ച്വലി സെമാൻറ്റിക്കലി ഈ കീവേഡ്സൊക്കെ ഇപ്പോൾ കറൻ്റ്ലി പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ച് കീവേഡ്സ് നമ്മൾ ആക്ച്വലി ടൈപ്പ് ചെയ്ത് അത് റാങ്ക്ഡ് ആയാൽ തന്നെ ബാക്കിയുള്ള കീവേഡ്സ് അത് ഓട്ടോമാറ്റിക്കലി റാങ്ക്ഡ് ആയിരിക്കും. അപ്പം അത് കീവേഡ് ഷീറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പിന്നെ നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കൽ മാപ്പ് എന്ന് പറഞ്ഞൊരു ഷീറ്റുണ്ട്. അത് ഒരു ഷീറ്റായിട്ടാണ് അത് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഞാൻ ടോപ്പിക്കൽ മാപ്പ് ഒരു ഷീറ്റായിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ശ്യാം സാർ എനിക്ക് പറഞ്ഞു തന്നെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ നമുക്ക് മനസ്സിലാവണം ആ ഒരു സംഭവം. കാരണം അത് എപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റഡ്. കാരണം നമ്മുടെ ക്രോളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്കത് എപ്പോഴും യൂസ് ചെയ്യാം, ആ ഷീറ്റ് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ സെൽ നമ്പർ കാണും, അതിനകത്ത് ഒരു പെർട്ടിക്കുലർ URL കാണും, ആ URL ലിസ്റ്റ് ചെയ്തേക്കുന്ന വെബ്സൈറ്റ്സ് കാണും. അതിനകത്ത് നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് ഏതാണ്, ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത കോണ്ടന്റ് ഏതാണ്, അങ്ങനത്തെ രീതിയിൽ നമുക്കിങ്ങനെ കൊടുത്ത് രീതിയിലൊരു കോണ്ടന്റ് ലൈക്ക് ടോപ്പിക്കൽ മാപ്പ് എന്ന് പറയുന്ന ഒരു ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക് അതിൻ്റെ ഒരു അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. പക്ഷേ ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവണം ആ ഒരു കോണ്ടന്റിൽ ഞാൻ എന്നാണ് അപ്ഡേഷൻ പോയിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ SEO പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. ബേസിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ലിസ്റ്റൊക്കെ ചെയ്ത് പോയിട്ട് അടുത്ത കോണ്ടന്റ് സൈഡ് പതിയെ പിടിക്കും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ബിൽഡ് ചെയ്യാമെന്നാണ്. ക്ലസ്റ്റർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബേസിക്കലി ഇപ്പം എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേസിക് കോർ ടോപ്പിക് ഉണ്ട്. ഈ കോർ ടോപ്പിക്കിന് റിലവൻ്റ് ആയിട്ട് വരുന്ന ചില ടോപ്പിക്സ് ആണ്. SEO കാണും, ഏതൊക്കെ ഗൂഗിൾ ആഡ്സ് കാണും, മെറ്റ ആഡ്സ് കാണും, വേണമെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ്, അതൊക്കെ ഇതിനകത്ത് വരുന്നതായിരിക്കും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അങ്ങനത്തെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. അതിനനുസരിച്ച് ഞാൻ ഇതിപ്പോൾ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഇതൊക്കെ എൻ്റെ ക്ലസ്റ്റേഴ്സ് ആയിരിക്കും ബാക്കിയുള്ളതൊക്കെ. എന്നിട്ട് വീണ്ടും ഓരോ ക്ലസ്റ്ററിന് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ക്ലസ്റ്റേഴ്സ് ഞാൻ ബിൽഡ് ചെയ്യും. ഓരോ പില്ലർ പേജിന് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ക്ലസ്റ്റർ പേജസ് ഞാൻ ബിൽഡ് ചെയ്യും. ഇവിടെ വീണ്ടും SEO ഒരു എന്താ പറയുക മെയിൻ പില്ലർ പേജ് ആണെങ്കിൽ SEOയുടെ ക്ലസ്റ്റേഴ്സായിട്ട് ഞാൻ ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ടെക്നിക്കൽ SEO, അങ്ങനത്തെ രീതിയിൽ വേറെ കീവേഡ് റിസർച്ച്, അങ്ങനത്തെ രീതിയിൽ ഞാൻ അതിനത് ബിൽഡ് ചെയ്തു. കീവേഡ് റിസർച്ചിൽ ഓൺ പേജ്, ഓഫ് പേജ്, ടെക്നിക്കൽ SEO. ഓൺ പേജ് SEOയ്ക്ക് അത് വീണ്ടും ഞാൻ ക്ലസ്റ്റർ ബിൽഡ് ചെയ്യും. ഓൺ പേജ് SEO വന്നിട്ട് കീവേഡ് റിസർച്ച്, പിന്നെ കോണ്ടന്റ് ഓഡിറ്റ്, അങ്ങനത്തെ രീതി ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്തു. അപ്പം ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ബ്ലോഗ്സും വരാറുണ്ട്. വിഷയം ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ബ്ലോഗ്സും ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ബ്ലോഗ്സ് എഴുതി വരുമ്പോഴത്തേക്കും അപ്പം നമുക്ക് ആക്ച്വലി ആ പേജിനകത്തുള്ള, ഞാൻ പറയില്ലേ, ആ പേജിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻഡ് ഓൾസോ എല്ലാ കോണ്ടന്റ്സും നമുക്ക് അതുവഴി കവർ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കവർ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു പേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറൊരു കാര്യം വിട്ടു, ഇതെല്ലാം നമ്മൾ ഇന്റേണലി ലിങ്ക്ഡ് ആയിരിക്കണം. ഇന്റേണൽ ലിങ്ക്ഡ് ആയി കഴിഞ്ഞുള്ള ഏറ്റവും ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങറ്റം കിടക്കുന്ന ഒരു പേജ് നമ്മൾ ആക്ച്വലി അത്യാവശ്യം നല്ലൊരു പവർഫുൾ കോണ്ടന്റ് ആണെങ്കിൽ അതിൻ്റെ അതോറിറ്റി നമുക്ക് ഈ മെയിൻ പേജിലും കിട്ടും. അപ്പം അതോറിറ്റി നമുക്ക് പാസ് ഓൺ ചെയ്ത് വരും. അപ്പം അങ്ങനെ വഴി നമുക്ക് ആക്ച്വലി ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് റിലേറ്റഡുള്ള എല്ലാ കോണ്ടന്റ്സും, എല്ലാ ബ്ലോഗ്സും, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്ലസ്റ്ററും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് SEO സ്ട്രാറ്റജി ആയി. അത് കഴിഞ്ഞാൽ പിന്നെ അത് കയറി പൊക്കോളും. നമുക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ടോപ്പിക്കൽ അതോറിറ്റി അതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ആ ടോപ്പിക്ക് ലീഡർ ആവാൻ പറ്റും. അതാണ് ബേസിക്കലി ഞാൻ ചെയ്യുന്ന ഒരു SEO പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. SEO ക്ലയൻസിൻ്റെ സൈഡിൽ നിന്ന്
എന്തെങ്കിലും SEO ക്ലയൻസിന്റെ സൈഡിൽ ഹാപ്പി ആയിട്ടുള്ളതുണ്ടാവും, അൺഹാപ്പി ആയിട്ടുള്ളതുണ്ടാവും. ബേസിക്കലി ഈ SEO എന്ന് പറയുന്ന ബാക്കിയുള്ള പ്രോസസ്സ് പോലെയല്ല. ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമെയിൽ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് റിസൾട്ട്സ് വരുന്നത്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ അല്ലെങ്കിൽ ഒരു 1 വീക്കിനകത്ത് തന്നെ നമുക്ക് റിസൾട്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും, ക്ലയൻറ്റിനെ ഹാപ്പി ആക്കാൻ പറ്റും. ഇതിനെ ക്ലയൻറ്റിനെ ഹാപ്പി ആക്കണം ഭയങ്കര പാടാണ്. അത് നമുക്കൊരു ഷോർട്ട് ടേമിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓരോ പോയിന്റ്സ് നമുക്ക് വെക്കാൻ പറ്റും. ഇന്ന പോയിന്റ്സിൽ ഞാൻ ഈ സാധനങ്ങൾ കംപ്ലീറ്റ് ആക്കും, അപ്പോഴത്തേക്കും എനിക്ക് ഈ ഔട്ട്കം ആക്ച്വലി കിട്ടും. KPIs എനിക്ക് അപ്പം തന്നെ മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ഫസ്റ്റ് മന്തിൽ എനിക്ക്, കാരണം അവർക്കൊരു 3 months നമ്മൾ എന്ത് ഡിപ്പെൻഡ് ചെയ്ത് അവർ നിൽക്കും. അത് എനിക്ക് ആദ്യം ഭയങ്കര കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. പക്ഷെ ഞാൻ അവരുടെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഇത് കറക്റ്റാണ്. കാരണം നമ്മൾക്ക് അവർ SEO ചെയ്യാൻ തന്ന് ഈ 3 മാസം വരെ നമുക്ക് റിസൾട്ട് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർക്ക് എന്ത് എന്താ പറയുക, ഒരു ഗ്യാരണ്ടി ഉണ്ട് നമ്മൾ റിസൾട്ട് കൊണ്ടുവരും. അതുകൊണ്ട് നമുക്ക് ഓരോ മന്തിലും ഓരോ KPIs നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് മന്തിൽ ഒരു KPI, ഫോർ എക്സാമ്പിൾ കുറച്ച് ലോങ് ടൈൽ കീവേഡ്സോ അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക ഇൻറ്റൻറ്റ്, കുറച്ച് ഇൻഫോർമേറ്റീവ് ഇൻറ്റൻറ്റ് ആയിട്ടുള്ള കീവേഡ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് മന്തിൽ റാങ്ക് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ ആദ്യം ചാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവരെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് രണ്ടാമത്തെ മന്തിലും ഇതേപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ KPIസോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഷോർട്ടറായിട്ടുള്ള കീവേഡ് റാങ്ക് ചെയ്യാൻ പറ്റും. ഈ റാങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി അവിടെ ഒരു കൺവേർഷൻ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം ഷോർട്ടർ ആവുന്നിടത്തോളം കാലം ആ സെർച്ച് വോളിയം കൂടുതലായിരിക്കും, അതിനകത്ത് വരുന്ന ക്ലിക്സും എല്ലാം കൂടുതലായിരിക്കും. സോ അത് കാരണം യൂസേഴ്സ് വരാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ബേസിക്കലി ലോങ് ടൈൽ കീവേഡ്സിനാണ് എപ്പോഴും എന്താ പറയുക കൺവേർഷൻസ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പം അത് വെച്ച് നമ്മൾ ആക്ച്വലി ഒരു ക്ലയൻറ്റിനെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആക്ച്വലി ക്ലയൻറ്റിനെ ഒന്ന് പറഞ്ഞ് ബോധിപ്പിക്കണം. ഫസ്റ്റ് മന്തിൽ ഈ ഒരു സാധനമുണ്ട്, സെക്കൻഡ് മന്തിൽ ഈ ഒരു സാധനമുണ്ട്, തേർഡ് മന്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക നമ്മളൊന്ന് ക്ലച്ച് പിടിക്കും. അങ്ങനത്തെ രീതിയിൽ പറഞ്ഞാൽ മതി. ഒരിക്കലും SEO തീരത്തില്ല. SEO പ്രോസസ്സ് ലോങ് ലാസ്റ്റിംഗ് ആണ്, അത് ഒരിക്കലും തീരത്തില്ല. അത് ആദ്യമേ ഞാൻ ആദ്യമേ ക്ലയൻറ്റിനെ പറഞ്ഞ ആ കാര്യം മനസ്സിലാക്കണം. ഇത് നമ്മൾ 3 മാസം കൊണ്ട് തീരുന്ന ഒരു പ്രോസസ്സല്ല. നമുക്കൊരു റിസൾട്ട്, ഹാപ്പി ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ വിചാരിച്ച പോലെ കിട്ടാൻ വേണ്ടി ഒരു 3 months എടുക്കും. പക്ഷേ അതിന് മുമ്പുള്ളൊരു പ്രീ സ്റ്റേജസ് ഉണ്ടല്ലോ, ആ സ്റ്റേജസാണ് ഞാൻ ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്തും പറഞ്ഞേക്കുന്നത്. ആ ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്തിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലയൻറ്റിന് ഓരോ KPIs ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് അവിടെ കീവേഡ് ഒരു KPI ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ട്രാഫിക് നമുക്കൊരു KPI ആയിട്ട്, ട്രാഫിക് കൂടുതൽ KPIക്ക് വെക്കാതിരിക്കാൻ നല്ല, കാരണം നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സെർച്ച് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വോൾട്ടൈലാണ് അല്ലേ. നമുക്കിപ്പം എത്ര സെർച്ചസ് ആണ് ഒരു മന്ത് വരാൻ പറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സീസൺ അനുസരിച്ച് മാറാറുണ്ട്, പല കാര്യങ്ങളനുസരിച്ച് മാറാറുണ്ട്. ട്രാഫിക് വെക്കാതിരിക്കുകയാണ് നല്ലത്. ഏറ്റവും കൂടുതൽ കീവേഡ്സ് വെച്ച് ആക്ച്വലി നമുക്കൊന്ന് ഞാൻ യൂഷ്വലി കീവേഡ്സ് വെച്ചാണ് അവരൊന്ന് പിടിച്ച് നിർത്താറ്. പക്ഷേ കീവേഡ്സ് വെച്ച് പിടിച്ച് നിർത്തിയാലും ക്ലയൻറ്റ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴത്തേക്ക് അവർക്കത് ഗുണമില്ല. അവർക്ക് ലീഡാണ് വേണ്ടത്. പക്ഷേ അത് നമുക്ക് SEO എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ലീഡ് വരും, പക്ഷേ ലീഡ് ഗ്യാരണ്ടിങ് പ്രോസസ്സ് കുറച്ച് പാടായിരിക്കും. നമുക്ക് ഇങ്ങനെ ഇത്രയും ലീഡ് വരും എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടി പ്രോസസ്സ് ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഒരു 3 months 4 months കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം കറക്റ്റാണ്, അല്ലെങ്കിൽ നമ്മളെടുത്ത ടോപ്പിക് കറക്റ്റാണ്, അതിന് വേണ്ടി എടുത്ത സബ് ടോപ്പിക് കറക്റ്റാണ്, ആൻഡ് അതിന് വേണ്ടി എടുത്ത എന്താ പറയുക അതിന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ്സും ആൻഡ് ഓൾസോ എൻറ്റിറ്റി വൈസ് നമ്മൾ ആക്ച്വലി അതിനെ കംപ്ലീറ്റ്ലി ഒന്ന് സെറ്റാക്കി എടുത്താലും, ആൻഡ് ഓൾസോ അതിൻ്റെ കുറച്ച് കോറായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പേജ് ടോപ്പിക്കലി റെലവൻ്റ് ആണ്, ആൻഡ് ഓൾസോ ആ ഒരു അതോറിറ്റി നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാലും പേജ് നമുക്ക് ആക്ച്വലി വേണ്ട റിസൾട്ട് കിട്ടും. അപ്പം അതൊരു SEO പേഴ്സൻ്റെ കോൺഫിഡൻസ് ആണ്. പക്ഷെ ആ കോൺഫിഡൻസ് നമുക്ക് അവരിലോട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ KPIsൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമുക്കിപ്പോൾ കോണ്ടന്റ് ബിൽഡ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് കോണ്ടന്റ് ഇപ്പം ഞാൻ കറൻ്റ്ലി കോണ്ടന്റ് റൈറ്റേഴ്സിനെ എസ്പെഷ്യലി ഫോർ ചെറിയ ടാസ്കിനകത്ത് ഈ കോണ്ടന്റ് റൈറ്റേഴ്സിനെ ഹയർ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ യൂഷ്വലി എൻ്റേതായ ഞാനൊരു ChatGPT സിസ്റ്റത്തിന് ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞത് ശ്യാം സാറാണ് എനിക്ക് പറഞ്ഞത്. ഇപ്പോൾ നമുക്കൊരു ChatGPT ഒരു എന്താ പറയുക ഒരു പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു കമ്പനിയായിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. എന്നിട്ട് ആ കമ്പനിയിൽ തന്നെ ഓരോ പ്രൊഫൈൽസിനെ നമുക്ക് എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പം എൻ്റെ പേര് അഭിജിത്ത് അല്ലെങ്കിൽ ഞാൻ സ്റ്റീവ് എന്നാണ് കൊടുത്തേക്കുന്നത്. സ്റ്റീവ് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് വേണമെങ്കിൽ ഒരു കോണ്ടന്റ് റൈറ്റർ ആക്കാൻ പറ്റും. ആ കോണ്ടന്റ് റൈറ്ററിന് വേണ്ട ട്രേറ്റ് നമുക്ക് അതിന് പാസ് ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു കോണ്ടന്റ് റൈറ്ററാണ്, സ്റ്റീവ് ഒരു കോണ്ടന്റ് റൈറ്ററാണ്. സ്റ്റീവിന് എഴുതുന്ന കോണ്ടന്റ്സ് ആക്ച്വലി നല്ലൊരു ടോപ്പിക്കലി നല്ല കവറേജ് ഉള്ള കോണ്ടന്റാണ്. അത് അത്യാവശ്യം നന്നായിട്ട് സെമാൻറ്റിക്കലി മാച്ചായി പോകുന്ന കീവേഡ്സൊക്കെ യൂസ് ചെയ്ത് ആ കോണ്ടന്റ് ആക്ച്വലി നന്നായിട്ട് സെറ്റാക്കി കൊണ്ടുവരാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു SEO പെർസ്പെക്റ്റീവിൽ ഒരു കോണ്ടന്റ് എങ്ങനെ വേണമെന്നുള്ളൊരു കാര്യം, ആ ഒരു കവറേജ് വേണം, ആ ഒരു ടോപ്പിക്കൽ ഫ്ലോ വേണം എഴുതുന്നതിനകത്തൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു കോണ്ടന്റ് ആ ഒരാളെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയുക ഒരു പ്രൊഫൈൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും.
അതേപോലെ തന്നെ ഞാൻ കോണ്ടന്റ് റൈറ്ററിനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതേപോലെ തന്നെ കോണ്ടന്റ് ബ്രീഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ബിൽഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് അയാൾക്കും ഈ കോണ്ടന്റ് ബ്രീഫ് ക്രിയേറ്ററിന് നിങ്ങൾക്കിപ്പം പ്രോംപ്റ്റിലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ChatGPT തന്നെ ഒന്നുകൂടെ ചോദിച്ചാൽ മതി. ഇങ്ങനത്തെ ഒരാളുടെ ഒരു ആക്യുറേറ്റ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കും, എന്നിട്ട് ആ സാധനം തന്നെ എടുത്ത് നമ്മൾ ഇതിനകത്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം സെറ്റാവും. പിന്നെ നമ്മളതിനകത്തുള്ള കുറച്ച് ഇൻപുട്സ് ഉണ്ടല്ലോ, കുറച്ച് SEO വൈസ് കുറച്ച് കീ ടേംസ് ഒക്കെ നമ്മൾ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഏജൻസിനും നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. വേണമെങ്കിൽ ഇപ്പം ജെമിനിയിലൊക്കെ ആണെങ്കിൽ ലൈക്ക് എന്താ പറയുക, ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏജൻറ്റ് ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഏജൻ്റ് അല്ല, ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി അതിനനുസരിച്ച് നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ കോണ്ടന്റ് എപ്പോഴും ടോപ്പിക്കലി റെലവൻ്റ് ആയിരിക്കണം. റെലവൻ്റ് അല്ലാത്ത കോണ്ടന്റ് ആണെങ്കിൽ റാങ്ക് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ റെലവൻസി എപ്പോഴും എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഗൂഗിൾ നമ്മളൊരു കീവേഡ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു 10-15 റിസൾട്ട്സ് വരുന്നതൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റിലാണ് മിക്കതും സെയിം പാറ്റേൺ ആയിരിക്കും. അപ്പം ഗൂഗിൾ എപ്പോഴും അവരുടെ ഒരു ട്രെയിനിങ് ഡേറ്റ ആയിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിന് ആ ഒരു കീവേഡ്, നമ്മളിപ്പം ഒരു കാര്യം നമ്മൾ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം വന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കുമല്ലോ. അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ ട്രെയിനിങ് ഡേറ്റ അതായിരിക്കും മിക്കവാറും. ലൈക്ക് ഗൂഗിളിന് ലൈക്ക് ആ ഒരു ഫ്ലോയും ആ ഒരു പാറ്റേണൊക്കെ ഏകദേശം സിമിലർ ആയിരിക്കും. അപ്പം ആ ഒരു ഫ്ലോയും ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കുക. അല്ലാതെ നമ്മളിപ്പം ഡിഫറൻ്റ് ആയിട്ടൊരു കോണ്ടന്റാണ് നമ്മളോട് കൊണ്ട് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിളിനത് ഫെച്ച് ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിളിനത് കറക്റ്റ്ലി ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ കുറച്ച് റാങ്ക് ആവില്ലെന്നല്ല, റാങ്ക് ആവും, പക്ഷെ ടൈം എടുക്കും. ഒരു 2 to 3 months എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ലൈക്ക് താഴോട്ട് പോകാനുള്ള ചാൻസസും ഭയങ്കര കുറവായിരിക്കും. കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണും. കാരണം അതൊരു ബെഞ്ച് മാർക്കായിട്ട് ഗൂഗിൾ വയ്ക്കും. അല്ലാത്ത ടൈം ഈ ഒരു പേജസ് ആയിരിക്കും ഗൂഗിളിൻ്റെ ബെഞ്ച് മാർക്കായിട്ട് ഗൂഗിൾ ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു 10-15 പേജസ് നമ്മളെപ്പോഴും ഒരു റെലവൻസി സ്കോർ വെച്ച് നമ്മളെപ്പോഴും എടുക്കുക. ഞാൻ എടുത്തിട്ട് ബേസിക്കലി നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ടൂളുണ്ട്, ഗൂഗിളിൽ തന്നെ ടൂളാണ്, റീസെൻ്റ്ലി വന്ന ടൂളാണ്. നമുക്ക് ആക്ച്വലി ടൂൾസിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. അതെടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ സോഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. സോഴ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ എടുത്ത വെബ് പേജസ് ഒക്കെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുക. ഇപ്പുറത്ത് വന്നിട്ട് മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മൈൻഡ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേജസ് കവർ ചെയ്ത ടോപ്പിക്സ് എന്നാണ് നമുക്ക് കാണാൻ പറ്റും. ആ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നമ്മൾ ആക്ച്വലി ആ പേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്നൊരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്സിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് ChatGPT കൊടുക്കും. ഈ ഒരു ടോപ്പിക്കൽ കവറേജ് എല്ലാം അതിനകത്ത് വരണം, അത് നമ്മുടേതായ രീതിയിൽ അത് മാറ്റണമെന്ന രീതിയിലും കൂടെ ഞാൻ പറയും. അതിനുശേഷം എന്താ പറയുക, ആ ഒരു ടോപ്പിക്കിന് റിലവൻ്റ് ആയുള്ള കോണ്ടൻസ് ഉണ്ടല്ലോ, ആ കോണ്ടൻസ് നോട്ട്ബുക്കിലെത്തി നമ്മൾ ആക്ച്വലി അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി അവിടെ ചാറ്റ് ബോക്സിനകത്ത് അവരുടേതായ ഒരു ക്വറി ഫാൻ ഔട്ട് ടെക്നിക്ക് വഴി ആക്ച്വലി ആ കോണ്ടന്റ് ആക്ച്വലി വന്നേക്കും. അപ്പം അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ ആ കോണ്ടന്റ് ആക്ച്വലി പതിയെ ഫെച്ച് ചെയ്തെടുക്കും. അതിൽ നിന്നൊക്കെ ഫെച്ച് ചെയ്തെടുത്തിട്ട് ഈ നമുക്ക് മാക്സിമം ഇൻപുട്ട് ChatGPT കൊടുക്കുക. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. ഒരു പ്രോംപ്റ്റിനെക്കാട്ടിയും വലുതായിരിക്കും, അല്ല ഒരു ആൻസർ അവർ തരുന്ന ആൻസറിനെക്കാട്ടിയും വലുതായിരിക്കണം ആ പ്രോംപ്റ്റ്. ഞാൻ എപ്പോഴും ChatGPT കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ നോട്ട്ബുക്കിൽ നിന്ന് വരുന്ന ഈ ഒരു ഇൻഫർമേഷനൊക്കെ ഞാൻ എടുത്ത് ഇതിനകത്ത് പമ്പ് ചെയ്ത് കൊടുത്ത് ലൈക്ക് ചിലപ്പോൾ ഒരു 2000 വേർഡ്സൊക്കെ വന്ന ഒരു പ്രോംപ്റ്റ് വരെ എനിക്ക് വന്നിട്ടുണ്ട് മിക്കപ്പോഴും. അപ്പം എന്നിട്ട് ഞാൻ എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും അത് അത്യാവശ്യം നല്ലൊരു, ആദ്യം ഞാൻ പറയും കോണ്ടന്റ് ബ്രീഫ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. കോണ്ടന്റ് ബ്രീഫ് ആദ്യം ഇപ്പം ഞാൻ എൻ്റെ സ്റ്റീവ് എന്ന് പറയുന്ന ഒരാളായിരിക്കും, അവർ വിളിക്കും കോണ്ടന്റ് ബ്രീഫ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇയാൾക്ക് ഞാൻ ഈ ടോപ്പിക്കൽ മാപ്പ് ഉണ്ടല്ലോ, ഈ മൈൻഡ് മാപ്പിൻ്റെയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരെനിക്കൊരു ടോപ്പിക്കൽ ഫ്ലോയും കവറേജൊക്കെ വെച്ചുള്ള സ്ട്രക്ചർ എനിക്ക് പ്രിപ്പയർ ചെയ്ത്, സ്ട്രക്ചറാണ് മെയിൻലി ഒരു കോണ്ടന്റ് സോൾ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇൻപുട്സ്, ഈ കോണ്ടന്റ് ഇൻപുട്സ് ഉണ്ടല്ലോ, ഇൻപുട്സ് എല്ലാം കൂടെ ഇതിന് ഫീഡ് ചെയ്യും. അപ്പോൾ അതിൻ്റേതായ റൈറ്റിംഗ് ടോണിലോ സ്റ്റൈലിലോ അത് ആക്ച്വലി സെറ്റാക്കിയിട്ട് തരും. അപ്പോൾ ഇതെല്ലാം കിട്ടുമ്പോഴത്തേക്കും നമുക്കൊരു പെർഫെക്റ്റ് കോണ്ടന്റ് ആക്ച്വലി, കുഴപ്പമില്ലാത്തൊരു കോണ്ടന്റ് ആക്ച്വലി കിട്ടും. അവിടെയും വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി മറ്റിടത്ത് നിന്നത്തെ ഒരു 15 റിസൾട്ടിനാണ് നമുക്ക് ഈ കോണ്ടന്റ് കിട്ടിയത്. നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അവിടെയാണ് ഇൻഫർമേഷൻ ഗെയിൻ സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെൻറ്റ് ആക്ച്വലി വരുന്നത്. ഒന്നുമില്ല, നമ്മൾ ഒരു പേറ്റൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വെബ് പേജിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർമേഷൻ എക്സ്ട്രാ കൊടുക്കാൻ കാണും, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അവിടെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരാറുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ നമ്മളെപ്പോഴും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ആ ഒരു ഇഷ്യൂ നമ്മളെപ്പോഴും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ChatGPT ചോദിക്കും, ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ബേസിക്കലി ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റയും പെർസെൻറ്റേജസ് ഒക്കെയാണ്. അത് ഗൂഗിളിന് ഭയങ്കര ഇഷ്ടമാണ്. ഗൂഗിളിന് ഭയങ്കര ഇഷ്ടം. ശ്യാം സാറാണ് എനിക്ക് ആ സാധനം പറഞ്ഞു തന്നെ. അത് ഗൂഗിളിന് ഭയങ്കര, അതെൻ്റെ എനിക്ക് ഇഷ്ടമുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റയൊക്കെ നമ്മൾ ലൈക്ക് നമ്മൾ ChatGPT എടുത്തിട്ട് നമ്മൾ ആ കോണ്ടന്റിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റേണൽ ലിങ്ക് അവിടെ വരും. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്ഥലത്ത് നിന്നാണ് എടുത്തതെന്ന് ChatGPT നമ്മളടുത്ത് പറയും. ആ ലിങ്കിൽ പോയിട്ട് അത് വാലിഡ് ആണോ ചെക്ക് ചെയ്യുക, നല്ല ലിങ്കാണോ നോക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. ചിലപ്പം ഒരു ആവശ്യമില്ലാത്തൊരു ലോ ക്ലാസ് ലിങ്കിൽ നിന്നാണ് നമ്മൾ ആ കോണ്ടന്റ് എടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ എടുക്കുന്നതെങ്കിൽ അവിടെ അതിൻ്റെ റിലവൻസ് പോയി.
സോ നല്ല ലിങ്കാണ് നമ്മൾ ഉറപ്പ് വരുത്തുക, എന്നിട്ട് മാത്രം ആ ഒരു കാര്യം എടുത്തെടുത്ത് നമ്മൾ മെൻഷൻ ചെയ്യുക, എന്നിട്ട് ആ ലിങ്കിലോട്ട് നമ്മൾ ലിങ്ക് ബാക്ക് ചെയ്യുക, അവർക്ക് ആ സോഴ്സ് കൂടെ കിട്ടി. ഇങ്ങനെയാണ് യൂഷ്വലി ഞാൻ ഇപ്പോൾ കറൻറ്റ്ലി ഒരു കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എക്സ്പെർട്ട് ഈ YMYL കോണ്ടൻസോ അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവൽ ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ആ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റിനെ പറ്റി എഴുതുന്ന കോണ്ടന്റ് റൈറ്റേഴ്സ് ഞാൻ ഹയർ ചെയ്യാറുണ്ട്. എന്നിട്ട് അവർ വഴിയാണ് ഞാൻ യൂഷ്വലി കോണ്ടന്റ് റൈറ്റ് ചെയ്യുന്നത്. ഈ ബ്ലോഗ് ടോപ്പിക്സ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ബ്ലോഗ് ടോപ്പിക്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ബേസിക്കലി എനിക്ക് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഒരു ബ്ലോഗ് ടോപ്പിക് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ. കൺഫ്യൂസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അറ്റമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അതോറിറ്റി നമുക്ക് ബിൽഡ് ചെയ്യണം. രണ്ടാമത്തെ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസേഴ്സ് ആ ബ്ലോഗ് ടോപ്പിക് സെർച്ച് ചെയ്യണം, യൂസേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ അത് അഡ്രസ്സ് ചെയ്യണം. ഈ 2 സെക്ഷൻ ആക്ച്വലി കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാര്യം ഏറ്റവും ഭയങ്കര പാടാണ്. ഞാൻ നല്ലൊരു ബ്ലോഗ് ടോപ്പിക് എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരും, ഈ സൈഡിൽ നിന്ന് ഇത് രണ്ടും കൂടെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം വരും. അത് ബേസ് ചെയ്തിട്ട് ഞാൻ ബ്ലോഗ് ടോപ്പിക്സ് ആക്ച്വലി നോക്കി തുടങ്ങും. കാരണം നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് ഒരു നമ്മുടെ വെബ് പേജിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പേജസിലോട്ട് ലിങ്ക് ബാക്കും പോവുകയും വേണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഇത് ചെയ്യും. കാരണം നമുക്ക് ആക്ച്വലി ഇതൊരു സോഴ്സ് ഓഫ് ട്രാഫിക്കാണ്. ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ട്രാഫിക്കാണ്. അപ്പോൾ വരുന്ന ആൾക്കാർ ആക്ച്വലി ആ ഒരു ട്രാഫിക് വഴി വന്ന് നമുക്ക് അവിടെ ഒരു കൺവേർഷൻ നടത്തുകയും വേണം. അതുപോലെ തന്നെ ക്ലസ്റ്ററിൽ ഈ ഒരു പേജ് ഉൾപ്പെടുത്തണം. സോ അത് എനിക്കെപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ ചോദിക്കാറുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത് എപ്പോഴും രണ്ടും നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. രണ്ടുമായിട്ട് ഏറ്റവും കൺവേർട്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് വരുമ്പോൾ നമ്മളത് പിക്ക് ചെയ്യുക, അതനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അത് വരും, അത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നതനുസരിച്ച് വരും. പക്ഷേ അത് ഇപ്പോൾ പുതിയ ക്ലയൻസോ അല്ലെങ്കിൽ പുതിയ പ്രൊജക്ട്സൊക്കെ ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് ടോപ്പിക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കിട്ടും. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയകളുണ്ട്. സെയിൽസ് ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പുതുതായിട്ട് ചോദിക്കുന്ന ഡൗട്ടുകൾ പതിയെ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ യൂട്യൂബ് കമന്റ്സ്, ഇൻസ്റ്റാഗ്രാം കമന്റ്സ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ആക്ച്വലി അവർക്ക് വേണ്ട ഡൗട്ടുകളാണ്. ഇപ്പം കീവേഡ്സ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഗൂഗിളിൻ്റെ എൻ്റെ പീപ്പിൾ ആൾസോ ആസ്ക് എന്നൊക്കെ പറഞ്ഞ സെക്ഷനുണ്ട് താഴെ വന്ന് കഴിയുമ്പോൾ. അതൊക്കെ പീപ്പിൾ ബാക്കി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കീവേഡ്സ് ആയിട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഓട്ടോ കംപ്ലീറ്റ് ഉണ്ടല്ലോ, ഓട്ടോ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ അതും പീപ്പിൾ ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇമേജസിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ കുറേ എൻറ്റിറ്റീസിന് ഇങ്ങനെ മെസ്സേജ് ചെയ്തേക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കീവേഡ് ആയിട്ടൊക്കെ ഇഷ്യൂ വരും. അതും നമുക്ക് കീവേഡ് ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ കുറേ രീതിയിൽ കീവേഡ്സ് ഞാൻ യൂഷ്വലി എക്സ്ട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇങ്ങനെ ബേസിക്കലി SEO എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്വലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിനകത്ത്. നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക്, കാരണം സൈക്കോളജി ആണല്ലോ മോസ്റ്റ് പ്രോബബ്ലി ഇത് എല്ലാം വരുന്ന സൈക്കോളജിയിലാണ് എൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത്രയും കീ ടേംസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം വന്ന് എൻഡ് ചെയ്യുന്ന ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ സൈക്കോളജിയാണ്. അപ്പോൾ അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ആ ഒരു സൈക്കോളജിയിൽ. ഒരു കസ്റ്റമർ സൈഡിൽ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടണം. ബിസിനസ് പെർസ്പെക്റ്റീവിൽ ലീഡും കിട്ടണം. അതാണ് ആ ഒരു ചിന്തയിൽ നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്താൽ മതി. സിമ്പിളായിട്ട് പറഞ്ഞു. അതെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അതോറിറ്റി ബിൽഡ് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരു അതോറിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ബ്ലോഗ് ടോപ്പിക് ആക്ച്വലി യൂസ് ചെയ്യണം. അതൊരു കാര്യമാണ്. യെസ്. ഓക്കെ, നമുക്ക് ഏജൻസ് ബിസിനസ്സിൽ നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ഏജൻസ്. നമ്മളൊരെണ്ണം ബിൽഡ് ചെയ്യുന്നുണ്ട്. പകുതിയായി. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം, പ്രശ്നം സംസാരിക്കാം എന്താണ് സംഭവം. ബേസിക്കലി ഇപ്പം എലോൺ മസ്കും ഗിൽ കമ്മത്തുള്ള പോഡ്കാസ്റ്റ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അതിനകത്ത് എലോൺ മസ്ക് പറയുന്നുണ്ട് ഫ്യൂച്ചറിൽ ഓഫീസസ് ഭയങ്കര കാണത്തില്ല, ആ ഒരു സിറ്റുവേഷനിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബേസിക്കലി എൻ്റെ ടീമുണ്ട്, അവരാണ് ആക്ച്വലി ഏജൻസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം അതിനകത്തൊരു ഫ്രണ്ടുണ്ട്. അപ്പം ഫ്രണ്ടല്ല, എൻ്റെ കോഫൗണ്ടറാണ്, വിഷ്ണു എന്ന് പറയുന്ന കോഫൗണ്ടറാണ്. പുള്ളിക്കാരൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ ഓരോ ഏജൻസിനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊടുക്കുമ്പോഴും അപ്പുറത്തെ സൈഡിൽ ഒരാളുടെ പണിയല്ലേ പോകുന്നതെന്ന് പറഞ്ഞൊരു കാര്യം, ആ ഒരു ഐറോണി പുള്ളി എപ്പോഴും പറയും. പുള്ളിക്കാരൻ അതിനെ ഒരു ചില സമയങ്ങളിൽ അതിന് ഒരു സാഡായിട്ട് പുള്ളിക്കാരത് പറയാറുണ്ട്. അത് ബേസിക്കലി അതാണ് ഫ്യൂച്ചർ ആക്ച്വലി ഏജൻസ് തന്നെയാണ്. അത് ആൾക്കാർ ഫീൽഡ് ഔട്ട് ആയി പോകും. അതാണ് ബേസിക്കലി. പക്ഷേ ഏജൻസ് വന്നോട്ട് ജോലി നിൽക്കത്തില്ല, ജോലി കൂടത്തേ ഉള്ളൂ. അതാണ് ബേസിക്കലി വേറൊരു കാര്യം. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേരളത്തിലോട്ട്. ഇപ്പം കറൻ്റ്ലി ഇന്ത്യയിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാർ അതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുണ്ട്. കേരളത്തിലോട്ട് ഇപ്പോൾ പതിയെ ഇങ്ങോട്ട് കടന്നു വരുന്നേ ഉള്ളൂ. അതൊന്ന് കുറച്ചാളും കൂടി എടുക്കും, നമുക്കൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അത് കമ്മ്യൂണിറ്റീസൊക്കെ ഇപ്പോൾ കുറവാണ്, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ.
പക്ഷെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട്, കേരളം എപ്പോഴും പൊതുവെ ഒരു ഒന്ന് ബാക്ക്വേർഡ് നിൽക്കണം, കാര്യങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച്, പ്രത്യേകിച്ച് ഇന്ത്യ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലായാലും കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെതായ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബേസിക്കലി അങ്ങനെ എന്താ പറയുക, ഡിസ്കഷൻസ് ഒന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല ഏജൻസിനെ പറ്റിയൊന്നും. ബേസിക്കലി ലൈക്ക് ഞാനിപ്പം ലൈക്ക് ഓരോ ദിവസം കാണുമ്പോഴും പോയി ഇവർ എൻ്റെ ടീം എൻ്റെ കോഫൗണ്ടർ വിഷ്ണു, അവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുതിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഞാൻ കണ്ടുകളിൽ പോവും, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, ഇത് ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. ചില സമയങ്ങളൊക്കെ ആലോചിക്കാറുണ്ട്, ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമോ എന്നുള്ള കാര്യം വരെ നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷേ അതാണ് ഫാക്ട്, അതാണ്. ഇനിയിപ്പോൾ ഒരു തിരിച്ചുപോക്കില്ല, അതാണ് ബേസിക്കലി ഉള്ളൊരു കാര്യം. തിരിച്ചുപോക്കില്ല, നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ അതിനൊരു ബേസിക്കലി കാര്യം. ബിസിനസ്സിന് ആക്ച്വലി എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി എല്ലാ പ്രോഡക്റ്റും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു സൊല്യൂഷൻ അതുവഴി കണ്ടെത്താൻ പറ്റും. ഏത് ബിസിനസ് ആണെങ്കിലും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും നോക്കുന്നതെന്ന് പറഞ്ഞാൽ, അവരെടുത്ത് ഇപ്പം ഒരു ക്ലൈൻറ്റിനെ അല്ലെങ്കിൽ ഒരാളത്തേക്കും ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ബിസിനസ് പ്രോസസ്സിനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്തോ ഒരു പ്രോബ്ലം ഉണ്ടോ, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടോ, നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ ചോദിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക. ബേസിക്കലി ഏജൻറ്റിൻ്റെ ഒരു ബേസിക്, കാരണം നമുക്ക് സൊല്യൂഷൻ ആവശ്യമില്ലാത്തൊരു പ്രോബ്ലത്തിന് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഞാൻ എപ്പോഴും നോക്കാറ്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. റീസെൻ്റ്ലി ദുബായിൽ നിന്നൊരു പ്രൊജക്റ്റ് വന്നായിരുന്നു. വലിയൊരു ഹോൾസെയിൽ ഡീലേഴ്സാണ്, ദുബായിലെ തന്നെ ടോപ്പ് 3 വരുന്ന ഒരു ഹോൾസെയിൽ ഡീലറാണ്. ആ ഒരു പെർട്ടിക്കുലർ നട്ട്സും അതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഹോൾസെയിൽ ഡീലറാണ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ ഇത് വരാറുണ്ട്, എന്താ പറയുക, ഓർഡേഴ്സ് വരാറുണ്ട്. ലൈക്ക് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് വരാറുണ്ട്, ഷോപ്സിൽ നിന്ന് വരാറുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ വരാറുണ്ട്, അതും മൾട്ടിപ്പിൾ ഷോപ്സ്. അപ്പം ഇവരെ പ്രോസസ്സ് പോകുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവിന് വാട്സാപ്പിലായിരിക്കും ഈ റിക്വയർമെൻറ്റ്സ് ആക്ച്വലി അവിടെ നയിക്കുന്നത്. സെയിൽസ് എക്സിക്യൂട്ടീവ് ഡയറക്റ്റ്ലി സെയിൽസ് കോർഡിനേറ്ററിന് ഇത് പാസ് ഓൺ ചെയ്ത് കൊടുക്കും. സെയിൽസ് കോർഡിനേറ്റർ ERPക്ക് ആ സാധനം പാസ് ഓൺ ചെയ്ത് കൊടുക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ പണി പറഞ്ഞാൽ സെയിൽസ് കോർഡിനേറ്ററിനാണ്. കാരണം ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് ഈ ഒരു വാട്സാപ്പ് ചാറ്റൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ചാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്ര ക്യാഷു, ഇത്ര ബദാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നത്. അത് പല രീതിയിലുണ്ടാവും. ലൈക്ക് ടെക്സ്റ്റിൽ വരാം, ഡോക്യുമെൻറ്റിൽ വരാം, ഇപ്പം ഓഡിയോയിൽ വരാം, എന്താ പറയുക, ഇമേജായിട്ടും വരാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ആക്ച്വലി ഇയാളിൽ നിന്ന് സോർട്ട് ചെയ്യണം. അതല്ലാതെ വേറൊരു വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലാംഗ്വേജിൽ വരാം. അറബിയിൽ വരാം, ഇംഗ്ലീഷിൽ വരാം, മലയാളത്തിൽ വരാം. അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശമുള്ള എല്ലാ ലാംഗ്വേജസും ഉണ്ട്. അതേപോലെ തന്നെ ഫോറിൻ 2 ലാംഗ്വേജ് ഉണ്ട്, അറബിയുണ്ട്. ഇത്രയും ലാംഗ്വേജ് വരാം. അപ്പോൾ ഇവർക്ക് ഇന്ത്യയിൽ ഇത്രയും ലാംഗ്വേജ് അറിയുന്ന ഒരാളെ കിട്ടാൻ പാടാണ്. സോ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്ലി ഓരോ ആൾക്കാരെ വെക്കണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇവർ നമ്മുടെ അടുത്ത് വന്നത്. ഒരു വാട്സപ്പ് ഒരു ഓട്ടോമേഷൻ സിസ്റ്റത്തിന് അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി പതിയെ മാറ്റിയിട്ട് അവിടെ ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് എൻഡിൽ നമ്മൾ ആക്ച്വലി N8 വെച്ചാണ് ഇപ്പോൾ കറൻറ്റ്ലി പ്രൊജക്ട്സ് ചെയ്യുന്നത്. അതാകുമ്പോൾ നോ കോഡ് ഓട്ടോമേഷനാണ്. കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷേ അതിനെക്കാട്ടി അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ പറയാറുള്ളൂ. ലൈക്ക് ആർക്കോണിലും പഠിക്കാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റാണ് N8 ഓട്ടോമേഷൻ. കോഴ്സ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അതുവഴി ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ടിനെ നമ്മളവിടെ റീപ്ലേസ് ചെയ്തിട്ട് ഈ വരുന്ന എന്താ പറയുക ടെക്സ്റ്റും ബാക്കി ഡോക്യുമെൻറ്റും അതേപോലെ തന്നെ ഇമേജും ഓഡിയോയും ഇതെല്ലാം നമ്മൾ ആക്ച്വലി ഒരു പെർട്ടിക്കുലർ ആ ഒരു സെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റുണ്ട്. പിന്നെ ലാംഗ്വേജിൻ്റെ കുറേ ബാരിയേഴ്സ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഈ ലാംഗ്വേജിൻ്റെ ഇത്രയും എക്സ്ട്രാക്ട് ചെയ്തു ആൻഡ് ഓൾസോ ഈ ഡോക്യുമെൻറ്റും ഇതെല്ലാം എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് ടെക്സ്റ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അത് ബേസിക്കലി അതിൻ്റെ ഒരു സിമ്പിൾ വേർഷനാണ് ഞാൻ പറയുന്നത്. അത് പല APIസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് ആക്ച്വലി ചെയ്യുന്നത്. അതിന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട്, ഈ ലാംഗ്വേജും ബാക്കിയുള്ള ലാംഗ്വേജിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യും. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ഷൻ വരാറുണ്ട്. അതിനെല്ലാം കൂടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ ഈ ഒരു ERPയിലോട്ട് മാച്ച് ചെയ്തേക്കുന്ന ഓരോ കോഡുകളുണ്ട്. ഈ കോഡായിട്ട് മാച്ച് ആവുന്ന ഏതാണോ അതുമായിട്ട് നമ്മൾ ആക്ച്വലി അതിനെ കണക്ട് ചെയ്തിട്ട് അതുവഴി വിടാറുണ്ട്. അപ്പം അങ്ങനെ വിടുമ്പോഴത്തേക്കും ആ അത്രയേ ഉള്ളൂ. സെയിൽസ് കോർഡിനേറ്ററിൻ്റെ ആക്ച്വലി ഉണ്ടായിരുന്ന ഒരു ഉദ്ദേശം ഇതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വേറൊരു കൺഫ്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹലൂസിനേഷൻസ് കുറച്ച് വരാറുണ്ട്. ഹലൂസിനേഷൻസ് വരുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ വേറൊരു ഏജൻറ്റിനെ കൂടെ വെച്ചിട്ടുണ്ട്. ഈ ഏജൻറ്റ് തിരിച്ച് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവിന് വീണ്ടും അയക്കും. ഈ ഒരു നമ്മൾ ഫൈനലി ഇതെല്ലാം എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് വൈസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് വൈസ് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഒരു ടെക്സ്റ്റ് നമ്മൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഈ ടെക്സ്റ്റിനെ നമ്മൾ തിരിച്ച് സെയിൽസ് എക്സിക്യൂട്ടീവിന് അയക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യും. ഇത് അവർ തന്ന സെയിം സാധനമാണോ ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ ഓക്കെ പറയുമ്പോൾ തന്നെ നേരെ ERPയിലോട്ട് ഈ സാധനം പൊക്കോളും. എന്നിട്ട് ആ പ്രോസസ്സ് ഓർഡർ അവിടെ ലൈക്ക് എന്താ പറയുക ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് ആ ഓർഡർ അങ്ങ് പോകും.
ബേസിക്കലി ഇതാണ് ഇത്. കാരണം അവർക്ക് 12 സെയിൽസ് കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ 12 സെയിൽസ് കോർഡിനേറ്റേഴ്സിനെയും അവർക്ക് ആക്ച്വലി റിപ്ലേസ് ചെയ്യാൻ പറ്റി. ഞാൻ ആക്ച്വലി ഈ ഒരു എനിക്ക് ഇത് സെല്ല് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. എനിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് ടെക്നിക്കലി ഇപ്പം ഓഡിയോ ടു എന്താ പറയുക ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യാൻ വിസ്പർ API എന്നൊക്കെ പറഞ്ഞ ഒരു APIs ഉണ്ട്. ഇതിന് ഓരോ വിസ്പർ AI എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക, ഓരോത്തിനും ഓരോ ബോട്ടുകളാണ് ഉള്ളത്. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു സെഷനിൽ നമുക്ക് നമ്മുടെ ടീമിനെ കൊണ്ടുവരാം. എന്നിട്ട് അതിനെപ്പറ്റി അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം വിസ്പർ AI ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ERP ആക്ച്വലി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു API കാണും. ആൻഡ് ഓൾസോ ഓരോന്നിനും ഓരോ സാർ പറഞ്ഞ പോലെ തന്നെ ഓരോ ലൈക്ക് എന്താ പറയുക AI ബോട്ട്സ് കാണും, അല്ലെങ്കിൽ AI സിസ്റ്റംസ് കാണും. അത് വെച്ച് നമുക്ക് ആക്ച്വലി വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം. അടുത്ത നമ്മൾ പറയുന്നത് നമ്മൾ ആ കോണ്ടന്റ് റൈറ്റിംഗ് ഏജന്റിനെ പറ്റിയാണ്. നമ്മൾ ആഡ്സോമിക്ക് വേണ്ടി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ബ്രീഫ് നമുക്ക് കറൻ്റ്ലി പറയാം. അത് ബേസിക്കലി ഇതേപോലെ തന്നെയാണ്. ഇപ്പം സാറ് പറഞ്ഞതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ് റൈറ്റേഴ്സിനെ നമുക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു കാര്യമാണ് സാർ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കറൻ്റ്ലി കോണ്ടന്റ് റൈറ്റേഴ്സ് കുറവാണെന്ന് തോന്നുന്നല്ലേ. അപ്പം അതിനെ റിപ്ലേസ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ഷോർട്ട് ടൈമിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടോ സാർ ചോദിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി മറ്റേ ഏജൻറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഏജൻറ്റിക് സിസ്റ്റത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അതിന് ബേസിക്കലി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5 ലെയർ ഓഫ് ഏജൻസ് ആണ് അതിനകത്ത് വരുന്നത്. ഇപ്പം അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏജൻറ്റിനെ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ടാസ്കും ചെയ്യിപ്പിക്കുന്ന പാട്. ഇപ്പം ഒരു മനുഷ്യൻ ആക്ച്വലി എല്ലാ ടാസ്കും ചെയ്ത് കഴിഞ്ഞാൽ അത് പുള്ളിക്കാരൻ്റെ ഒരു മാനുവൽ വർക്ക് ലോഡുമാണ്. അതിൻ്റെ ടൈമും ഭയങ്കരമായിട്ട് ഹൈ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഏജൻറ്റുമായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഏജൻറ്റിനും ഒരു പണി കൊടുക്കും. ബേസിക്കലി ഒരു ഹ്യൂമൻ ചെയ്യുന്ന ഒരു പണി. ഇപ്പോൾ ഒരു ഹ്യൂമൻ ഒരു ചെയ്യുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർ ഓരോന്ന് കോണ്ടംപററി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കും. അപ്പം നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തതിനകത്ത് ഓട്ടോമാറ്റിക്കലി കോണ്ടംപററി ഒരു ചെറിയ സ്ട്രക്ചർ കൊടുക്കാൻ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒരു ഇൻപുട്ട് ആക്ച്വലി അതിനെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിസ്റ്റ് ഏജൻറ്റാണ്. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്ട്രാറ്റജി ആക്ച്വലി പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റ് ബ്രീഫിനെ അത് ഡിഫറെൻറ്റ് ക്വറീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് SERP API വഴി SERP പോയി സെർച്ച് ചെയ്തിട്ട് ലൈക്ക് അതിൽ നിന്ന് റിസൾട്ട്സ് ഒരു ടോപ്പ് 15-20 റിസൾട്ട്സ് അതിൽ നിന്ന് ഫെച്ച് ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് അത് കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് ഏജൻ്റായിട്ട് അത് വർക്ക് ചെയ്യും. ഈ സ്ട്രാറ്റജിസ്റ്റ് ഏജൻറ്റ് കൊണ്ടുവന്ന് ഫെച്ച് ചെയ്തുകൊണ്ടുവന്ന റിസൾട്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് അടുത്ത കോണ്ടന്റ് ഔട്ട്ലൈനർ ഏജൻറ്റിന് കൊടുക്കും. ഈ നമുക്ക് ഫെച്ച് ചെയ്തുകൊണ്ടുവന്ന റിസൾട്ടും സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു സാധനം അടുത്തിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്ന ആ കാര്യങ്ങളെല്ലാം വെച്ച് അനലൈസ് ചെയ്തിട്ട് അതൊരു കോണ്ടന്റ് ഔട്ട്ലൈൻ അത് പ്രിപ്പയർ ചെയ്യും, സെറ്റാക്കി വെക്കും. കോണ്ടന്റ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കൊടുത്ത പിന്നെ അത് ആ ഒരു ഫേസിൽ തന്നെ കീവേഡ്സും എൻറ്റിറ്റീസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ആ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ബ്രീഫ് കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഇതിൽ ഏതൊക്കെ കീവേഡ്സ് വേണം, ഏതൊക്കെ എൻറ്റിറ്റീസ് വേണമെന്നൊക്കെ നമുക്ക് ആക്ച്വലി ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ അങ്ങനെ കീവേഡ്സും എൻറ്റിറ്റീസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുവഴി കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കീവേഡ്സും എൻറ്റിറ്റിയും ആൻഡ് ഓൾസോ നമ്മൾ ഓരോ ഏജൻറ്റിനും പ്രോംപ്റ്റും കൊടുക്കാറുണ്ട്. ലൈക്ക് ഇപ്പം NIT ആയതുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റം പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ ChatGPTയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഏജൻറ്റിനെ ആക്ച്വലി അങ്ങനെ ട്രെയിൻ ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരു ടോപ്പിക്കൽ ഫ്ലോയും ടോപ്പിക്കൽ കവറേജ് ഒക്കെ വന്ന രീതിയിൽ ആക്ച്വലി അത് കംപ്ലീറ്റ്ലി നടക്കണമെന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് സെറ്റാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ആക്ച്വലി അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു കോണ്ടന്റ് ഔട്ട്ലൈൻ കിട്ടും. അതിനകത്ത് കീവേഡ്സ് മെൻഷൻ ചെയ്തേക്കും, എൻറ്റിറ്റീസ് മെൻഷൻ ചെയ്തേക്കും. നമ്മൾ പറയുന്ന ആ ഒരു ഫ്ലോയും കവറേജും എല്ലാം അതിനകത്ത് ഉണ്ടാവും, റെലവൻസും ഉണ്ടാവും. റെലവൻസ് ആക്ച്വലി കോണ്ടന്റിലാണ് വരുന്നത്. ഇപ്പം ആ ഒരു ടോപ്പിക് ആക്ച്വലി റെലവൻ്റ് ആയിട്ടുള്ള ആ ഒരു കോണ്ടന്റ് ബ്രീഫ് ആക്ച്വലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ബ്രീഫ് ആയിരിക്കും. പിന്നെ അതിനുശേഷം മൂന്നാമത്തേന്ന് പറഞ്ഞാൽ കോണ്ടന്റ് റൈറ്റിംഗ് ഏജൻറ്റാണ്. കോണ്ടന്റ് റൈറ്റിംഗ് ഏജൻറ്റിനകത്ത് വരുമ്പോഴത്തേക്കും ഇതേപോലെ ഈ എന്താ പറയുക കോണ്ടന്റ് കറൻ്റ്ലി ഫൈനലി നമുക്ക് കിട്ടിയ കോണ്ടന്റ് ഔട്ട്ലൈൻ വന്ന കോണ്ടന്റ് അത് ആക്ച്വലി പക്കയായിട്ട് റൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ കോണ്ടന്റ് റൈറ്റിംഗ് ഏജൻറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനൊരു ടോൺ സ്റ്റൈലും കാണും. ആ ടോൺ സ്റ്റൈലായിരിക്കും ചെയ്യുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ 2-3 ഡിഫറെൻറ്റ് ടോൺസ് നമുക്ക് സെറ്റാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 2-3 ഡിഫറെൻറ്റ് ഇപ്പം നമ്മൾ മറ്റെടുത്ത് ഓരോ ടോണും ഓരോ ആൾക്ക് കൊടുത്തില്ലേ, അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഓരോ ടോണും ഓരോ സ്റ്റൈലും ഓരോ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇപ്പം റിയെ വെച്ച് അത് എഴുതിപ്പിക്കണോ, അല്ലെങ്കിൽ അതേപോലെ തന്നെ വിഷ്ണുവിനെ വെച്ച് നമുക്ക് അത് എഴുതിപ്പിക്കണോ, അങ്ങനത്തെ രീതിയിൽ നമുക്ക് ആ സ്റ്റൈൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റിയയുടെ ടോൺ ആണെങ്കിൽ റിയയുടെ ടോണിലായിരിക്കും ആ കോണ്ടന്റ് വരുന്നത്, വിഷ്ണുവിൻ്റെ ആണെങ്കിൽ വിഷ്ണുവിൻ്റെ സ്റ്റൈലായിരിക്കും ആ കോണ്ടന്റ് വരുന്നത്. അങ്ങനത്തെ ഒരു സംഭവമാണ് അതിനകത്ത് വരുന്നത്. പിന്നെ നാലാമത്തേന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റർ ഏജൻറ്റ് ഒരു സെറ്റപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഫൈനലി എന്തെങ്കിലും എഡിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ചെറിയൊരു ഇൻപുട്ട് കൊടുക്കുന്ന രീതിയിൽ അത് ആക്ച്വലി സെറ്റ് ആക്കിയിട്ടുണ്ട്. അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ ഫാക്ട് ചെക്ക് ഏജൻറ്റാണ്. കാരണം ഇപ്പം ഈ YMYയിൽ കോണ്ടൻസ് അങ്ങനത്തെയൊക്കെയാണ് വരുന്നതെങ്കിൽ സ്പെസിഫിക്കലി ഫിനാൻസ് വൈസ് കോണ്ടൻസ് ഒക്കെ ആണെങ്കിൽ ഈ ഫിനാൻസ് ടോപ്പിക്സിനകത്ത് നമുക്ക് തെറ്റിപ്പോകാനുള്ള കംപ്ലയിൻസും റെഗുലേഷൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. തെറ്റിപ്പോകാനുള്ള കുറേ ഇഷ്യൂസ് അല്ലെങ്കിൽ മാറ്റേഴ്സ് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഒരു ഫാക്ട് ചെക്ക് ഏജൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫാക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അത് പക്കയല്ലെങ്കിൽ അത് ആക്ച്വലി
ഇത് നമുക്കിതിനകത്ത് എത്ര പ്രോസസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യും. ഇപ്പം വേറെ എന്തെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹലൂസിനേറ്റ് ചെയ്യുന്നുണ്ട്, ഈ സാധനം ഹലൂസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹലൂസിനേഷൻ കളയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു ഏജൻറ്റിനെ സെറ്റാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും 2 കോണ്ടന്റ് ബ്രീഫ് ആക്ച്വലി സെറ്റ് ആക്കണം. എന്നിട്ട് വേറൊരു ഏജൻറ്റ് 2 കോണ്ടന്റ് ബ്രീഫിന് വേണ്ടി ഒരു ഏജൻറ്റിനെ വെച്ചിട്ട് അതിനകത്ത് ഏറ്റവും കോണ്ടന്റ് ബ്രീഫ് സെറ്റായിട്ട് ചെയ്യുന്ന ഏതാണോ അതിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഏജൻറ്റ് നമുക്ക് വെക്കാൻ പറ്റും. ചൂസ് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് പല രീതിയിൽ ആക്ച്വലി ഇതിനകത്ത് കളിക്കാൻ പറ്റും. അതിനകത്ത് കുറേ നോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ വെച്ചിട്ട് ആക്ച്വലി നമുക്ക് ഈ ഒരു സാധനം നമുക്ക് സെറ്റാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിന് ഇൻപുട്ട് വേണമെങ്കിൽ നമുക്കൊരു ഫോമിൽ സെറ്റാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ സെറ്റാക്കാൻ പറ്റും. ഔട്ട്പുട്ട് നമുക്ക് മെയിലിലോട്ട് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്കൊരു ബാക്ക് എൻഡിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമുക്ക് ആക്ച്വലി ആ ഒരു ഫീൽഡ് കംപ്ലീറ്റ് സെറ്റാക്കാൻ പറ്റും. അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ കോണ്ടന്റ് റൈറ്റിംഗ് ഏജൻറ്റ് അത് കറൻ്റ് പ്രോസസ്സിങ്ങിലാണ്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഒരു ഡിസ്ക്രിപ്ഷൻ, നമുക്കൊരു ഷോർട്ട് വീഡിയോ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പല യൂസസും ഉണ്ട്. ഇപ്പം HRs ഒക്കെ വരുമ്പോഴത്തേക്കും അത് ഇടയ്ക്ക് ഒരെണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം CV ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ലിങ്ക്ഡിനിൽ പോയിട്ട് ആ പ്രൊഫൈൽ സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഏജൻറ്റ് നമുക്ക് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ APIs ഉണ്ട്. ആ APIs വെച്ച് നമുക്ക് ആക്ച്വലി കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കുറേ ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിനകത്ത് സെറ്റാക്കാൻ പറ്റും. മാനുവലി പോകുന്ന റിപ്പീറ്റഡ് ടാസ്കുകൾ പാറ്റേൺ വൈസ് ടാസ്കുകളൊക്കെ ആണെങ്കിൽ ഇതുവഴി ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം ലേണിംഗ് കൂടെ ആയതുകൊണ്ട് തന്നെ ചില ഡീവിയേഷനൊക്കെ വന്നാൽ പോലും നെ വെച്ച് നമുക്ക് ലേൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ലേൺ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ. പിന്നെ ഇപ്പം ഒരു അക്കൗണ്ടിങ് ഫേമിലൊക്കെ ആണെങ്കിൽ ഇൻവോയ്സസ് ഒക്കെ ബേസിക്കലി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സാധനം തന്നെ. ഇൻവോയ്സ് ആക്ച്വലി അവർക്ക് മെയിലായിരിക്കും വരുന്നത്. ആ മെയിൽ വഴി അവർക്ക് എക്സ്ട്രാക്ഷനോ അങ്ങനത്തെ പ്രോസസ്സൊക്കെ നടത്തിയിട്ട് ഈ എക്സ്ട്രാക്ട് ചെയ്ത അവർ പർച്ചേസ് ഇൻവോയ്സോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഷീറ്റിലോട്ട് ആക്കിയിട്ട് അതുവഴി നമുക്ക് ആക്ച്വലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതും ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ടീമിനെ കൊണ്ടുവരാം. ഒരു കോഴ്സ് സെറ്റാണ് സെറ്റാക്കാം. ഓക്കെ, അത്രയാണ് ബേസിക്കലി എല്ലാവരും മാക്സിമം അഡാപ്റ്റ് ചെയ്യാൻ നോക്കുക. N8 യൂസ് ചെയ്ത് നോക്കുക. പിന്നെ വേറെ കുറേ പവർ ഓട്ടോമേറ്റ് ഉണ്ട്. അങ്ങനത്തെ പവർ ഓട്ടോമേറ്റ് ഐ തിങ്ക് മേക്ക് ഉണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. N8 സിമ്പിളാണ്. ഞാനും ബേസിക്കലി ഇനിഷ്യലി കുറച്ച് സ്ക്രാപ്പ് ബുക്സ് തന്നെ ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ എളുപ്പമാണ്. ലൈക്ക് നമ്മൾ സമയം ഉണ്ടെങ്കിൽ ഒരു 2 മാസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സാധനം പക്കയായിട്ട് സെറ്റാക്കാൻ പറ്റും. സിമ്പിൾ അതിൻ്റെ ലോജിക്കാണ്. അതാണ് അതുവഴി മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അതെ. ഓക്കെ, അപ്പോൾ നമ്മളൊരു SEOയുടെ കോഴ്സും കൂടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ ഈ യൂട്യൂബ് വീഡിയോയുടെ ലിങ്കിൽ ഇട്ടേക്കാം. ഒരു January 15 കഴിഞ്ഞിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സന്തോഷ വാർത്തയുള്ളത് അൺലൈൻ്റെ ആപ്പ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുകയാണ്. പ്യുവർ റെക്കോർഡഡ് സെൽഫ് പ്ലേസ്ഡ് കോഴ്സസ് പ്ലസ് ഹൈബ്രിഡ് ലേണിംഗ് എന്നുള്ള രീതിയിൽ പ്യുവർ ഒരു ഏജൻസി ലെവൽ ക്വാളിറ്റി കോഴ്സസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ കോഴ്സസും ഉണ്ടാവും, പെയ്ഡ് കോഴ്സസും ഉണ്ടാവും. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. അടുത്ത പോഡ്കാസ്റ്റ് കാണാം.